വലിയ പാടാത്. അപ്പൊ അങ്ങനെ നിമിഷ നേരം കൊണ്ട് കണക്ക് കൂട്ടാൻ നിങ്ങൾക്ക് കഴിയും. പരിശുദ്ധമായ ഖുർആൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് അറിയില്ല? ഇപ്പൊ ബുദ്ധിയില്ല എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല. ബുദ്ധിയില്ല എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ വീട്ടിൽ ഖുർആൻ ഉണ്ട്. രാവിലെ മക്കൾ എഴുന്നേറ്റ് ഖുർആൻ ഓതാൻ പഠിപ്പിക്കണം. യാസീൻ ഓത് മക്കളെ എന്ന് പറയണം. സുബഹി കഴിഞ്ഞ് വീട്ടിൽ മഗ്രിബാകുമ്പോൾ സൂറത്തുൽ വാഖിയ ഓതിപ്പിക്കണം. സൂറത്തുൽ ദുഖാൻ ഓതിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ ദുഖാന ലൈലത്തുൽ ജുമുഅത്തി ഗുഫിറ ലഹു ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും വെള്ളിയാഴ്ച രാവിൽ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് എല്ലാ ദിവസവും വൈകിട്ട് സൂറത്തുൽ വാഖിയയും സൂറത്തുൽ ദുഖാൻ ഓതിയാൽ ഉജീറ മിൻ അദാബിന്നാർ ഔ ഉജീറ മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്നും നരകത്തിന്റെ ശിക്ഷയിൽ നിന്നും അല്ലാഹു ഇത് പാരായണം ചെയ്യുന്നവരെ രക്ഷപ്പെടുത്തുമെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി. സൂറത്തുൽ ദുഖാൻ മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ പറയണം. മക്കളെ ഇത് നോദ മക്കളെ. മഗ്രിബ് നമസ്കാരം കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ചുള്ള മാതാപിതാക്കൾ സൂറത്തുൽ വാഖിയ ഓതാൻ പറയണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതാൻ പറയണം. ബാപ്പായും ഉമ്മായും അടക്കം നരകത്തിൽ പോകാതെ ഖബറിൽ നിന്ന് രക്ഷ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വഴിയാണ്. അതുകൊണ്ട് ഇതിനു വേണ്ടി നിങ്ങൾ ഓതാൻ പറയണം. ആരാ പറയാ? കിളവിമാര് പോലും സീരിയലിന്റെ ഭ്രമത്തില. പിന്നെ ഇങ്ങനെ കിളവിമാര് വയസ്സായി ചാവാറായി. ലാസ്റ്റ് ടൈമായി എന്റെ കളവി, പൊന്നു കളവി, മുത്തച്ഛി, ഇനിയെങ്കിലും തൗബയും ചെയ്ത് ഇബാദത്തുമായിട്ട് കണ്ണിനെയും കാതിനെയും സൂക്ഷിച്ച് കഴിഞ്ഞുകൂടിക്കൂടെ? പരിശുദ്ധ ഖുർആനെങ്കിലും ഒന്ന് ഓതിയിട്ട് കഴിഞ്ഞുകൂടിക്കൂടെ? ലാസ്റ്റ് ആയില്ലേ? ചിന്തയില്ല. അവർക്ക് തന്നെ രസം, അവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ചിന്തിക്കൂ എന്റെ സഹോദരി സഹോദരങ്ങളെ. മരിക്കണ്ടേ? ആഖിറം കാണണ്ടേ? സ്വർഗത്തിൽ പോകണ്ടേ? ഹിസാബില്ലേ? വിചാരണയില്ലേ? സിറാത്തില്ലേ? അവിടെ കിതാബ് നിങ്ങളുടെ കൈകളിൽ തരുമ്പോൾ ഏത് കൈകൊണ്ട് നിങ്ങൾ വാങ്ങും? എന്തേലും കുറിച്ച് ചിന്തിക്കാത്തത്? അതുകൊണ്ട് വീട്ടിലുള്ള ഖുർആൻ നമ്മൾ പാരായണം ചെയ്തില്ല എങ്കിൽ ആ ഖുർആൻ നമുക്കെതിരെ ശാപപ്രാർത്ഥന നടത്തുകയും നമ്മുടെ കുടുംബത്തിലെ ബർക്കത്ത് അല്ലാഹു എടുത്തു കളയുകയും ചെയ്യും. ഒരു ഹദീസ് കേട്ടോ, ഖുർആനെ എങ്ങനെ നമ്മൾ കാണണമെന്നുള്ളത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അൽ ഖുർആൻ ശാഫിഉൻ മുശഫ്ഫഉൻ മാഹിലുൻ മുസദ്ദഖുൻ ഫമൻ ജഅലഹു അമാമഹു ഖാദഹു ഇലൽ ജന്നah ومن جعله خلفه ساقه إلى النار أو كما قال رسول الله. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ഒന്നുകിൽ നിനക്ക് അനുകൂലമായി സാക്ഷ്യം പറയുകയും നിനക്ക് ശുപാർശ ചെയ്യുകയും ആ ശുപാർശയിലൂടെ അല്ലാഹുവിന്റെ അനുവാദം ലഭിക്കുകയും അല്ലാഹു ഖുർആനോട് പറയുകയാ, നിനക്ക് ശുപാർശ ചെയ്യാൻ അനുവാദം ഞാൻ നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ഖുർആനെ നീ ഇഷ്ടപ്പെടുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാം, എന്നോട് ചോദിക്കേണ്ട ആവശ്യമേ ഇല്ല. രണ്ട്, മാഹിലും മുസദ്ദഖുൻ, അതേപോലെ ഖുർആനിനോടുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്തവരാരാണോ, ആ ഖുർആൻ പാരായണം ചെയ്യാത്തവരാരാണോ, ഖുർആൻ കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ആരാണോ, ആ ഖുർആൻ അവർക്കെതിരെ വാദിക്കുമത്രേ. ഫമൻ ജഅലഹു അമാമഹു, ആരാണോ ആ ഖുർആനിനെ തന്റെ അമാമിൽ നിർത്തുന്നത്, തന്റെ ഇമാമായി കാണുന്നത്, തന്റെ നേതൃസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് ഖുർആനിന്റെ വഴികളിലൂടെ ആരാണോ സഞ്ചരിക്കുന്നത്, ആ ഖുർആൻ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഖാദഹു ഇലൽ ജന്നാ, ആ സത്യവിശ്വാസിയെ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. മറിച്ച് പരിശുദ്ധ ഖുർആനിന്റെ മക്കൾ
ആളാണ് നമ്മളെന്ന് വാദിച്ചിട്ട് ഖുർആന് പഠിക്കാതെ മനസ്സിലാക്കാതെ ഖുർആൻ വീട്ടിൽ അങ്ങനെ സൂക്ഷിച്ചിരിക്കുകയാണ് അലമാരയിൽ, ഷോക്കേസിൽ നല്ല റൈഹാനിൽ പച്ച തുണിയുമിട്ട് അങ്ങനെ കാത്തു സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാ. അങ്ങനെ ഖുർആനിനെ അവഗണിച്ച് തന്റെ പിന്നാലെ കൊണ്ടുപോയിട്ടവരെ സാഖഹു ഇലന്നാർ, ആ ഖുർആൻ അവരെ വലിച്ച് നരകത്തിലേക്ക് കൊണ്ടിടുമത്രേ. നബിയുനാ റസൂലുള്ളാഹി ഒന്നുകിൽ സ്വർഗം ഇല്ലെങ്കിൽ നരകം. ഒന്നി നീ എന്നെ കൊണ്ടുപോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകും. രണ്ടാമൊരു കാര്യം ഉറപ്പാണ്, അതൊരു സംശയം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു തആല അൻഹു ജമഅല്ലദീന ഖറഉ അൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ പഠിച്ചവരെ ഒരുമിച്ച് കൂട്ടുകയാണ്. എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരുത്തിയോടെ ഖുർആൻ പഠിച്ചവരെ. വഹും 300 മിൻ ഖരീബ്, ഏകദേശം 300ഓളം പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഖുർആൻ പഠിച്ചവര്, ആലിമീങ്ങള്, ഖാരികള്, ഖുറാകൾ ഒക്കെ എല്ലാവരും വിളിച്ചിരുത്തി 300ഓളം പേരുണ്ടായിരുന്നു. ഖുർആനിനെ കുറിച്ച് സഗൗരവത്തോടുകൂടി അദ്ദേഹം പ്രഭാഷണം നടത്തി. എന്താ പ്രഭാഷണം? ഇന്ന ഹാദൽ ഖുർആന കായിനുൽ ലകും അജ്റാ വകായിനുൽ ലകും ദുഖറാ വകായിനുൽ ലകും വിസ്റാ. അബൂ മൂസ റളിയല്ലാഹു തആല എന്ന് പറയുന്ന പ്രഭാഷണം, ഖുർആൻ പ്രഭാഷണം. ഇങ്ങനെയാണ് ഖുർആൻ കേൾക്കേണ്ടത്. ഖുർആനെ കുറിച്ച് എന്താ പറഞ്ഞത്? ഇന്ന ഹാദൽ ഖുർആൻ, ഈ ഖുർആൻ ഉണ്ടല്ലോ സഹോദരങ്ങളെ, കായിനുൽ ലകും അജ്റാ, ഒന്നുകിൽ നിങ്ങൾക്ക് ഗുണമുള്ളതും കൂലി വാങ്ങി തരുന്നതുമാണ്. വകായിനുൽ ലകും ദുഖറാ, ഒന്നുകിൽ ആ ഖുർആൻ നിങ്ങൾക്ക് നാളെ നിക്ഷേപ സമ്പത്തായി മാറുമത്രേ. ആ ഖുർആനിന്റെ വഴികളിലൂടെ ഈ ദുനിയാവിൽ ജീവിച്ചു മരിച്ചവരാണെങ്കിൽ കുഞ്ഞുമക്കൾ പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോകുന്നത് പോലെ അവർ ആ മാതാപിതാക്കൾക്ക് നാളെ ഒരു നിക്ഷേപ സമ്പത്ത് എന്നതുപോലെ ഖുർആനിന്റെ വഴികളിലൂടെ സഞ്ചരിച്ചു മരിച്ചവരെ കായിനുൽ ലകും ദുഖറാ, ഈ ഖുർആൻ നിങ്ങൾക്ക് നാളെ ഒരു നിക്ഷേപ സമ്പത്താൻ. ഇല്ലയോ, ഇത് രണ്ടുമില്ലയോ, മൂന്നാലൊരു കാര്യം ഉറപ്പാ. വകായിനുൽ ലകും വിസ്റാ, നിങ്ങൾക്കെതിരെ ശബ്ദിക്കുന്നത് ഈ ഖുർആനാണ്. അതുകൊണ്ട് മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഇന്ന മൻ ഇത്തബഅൽ ഖുർആന ഹുദിയ ബിഹി ഇലാ റിയാദിൽ ജന്ന. ആരാണോ ഖുർആനിനെ പിൻപറ്റിയത്, ഖുർആന്റെ വഴികളിലൂടെ ആരാണോ സഞ്ചരിച്ചത്, ആ ഖുർആൻ അവനെ സ്വർഗത്തിന്റെ തണലിലേക്ക് കൊണ്ടെത്തിക്കുമത്രേ. മറിച്ച് ഖുർആനിന്റെ മക്കളെ, ഖുർആൻ നിങ്ങളുടെ മേൽ അവതരിപ്പിക്കപ്പെട്ടിട്ട് ആ ഖുർആനിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ, ഖുർആൻ മക്കളെ പഠിപ്പിക്കാതെ, ഖുർആൻ പാരായണം ചെയ്യാതെ, ഖുർആനിലെ ഹറാമുകളും ഹലാലുകളും പാലിക്കാതെ തോന്നിയവാസ ജീവിതം നയിച്ചാൽ ബഹുമാനപ്പെട്ട അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറയുകയാ, ഫഇന്നഹു മൻ ഇത്തബഅഹുൽ ഖുർആൻ, ഖുർആൻ ആരെയാണോ പിൻപറ്റുന്നത്, സഖഫി ഖഫാഹു ബിഹി ഫഖദഫഹു ഫിന്നാർ. ആരാണോ ഖുർആൻ ആരെയാണോ പിൻപറ്റുന്നത്, ആ ഖുർആൻ നാളെ അവന്റെ പിടലിക്ക് പിടിക്കുമത്രേ. ഫഖഫാഹു ഫിന്നാർ, ആ ഖുർആനിനെ പരിഗണിക്കാത്തതിന്റെ പേരിൽ അവനെ ആ ഖുർആൻ നരകത്തിൽ വലിച്ചെറിയുമത്രേ. രണ്ട് കാര്യം, ഒന്ന് ഖുർആനിനെ നമ്മൾ പിൻപറ്റണം, ഇല്ലെങ്കിൽ ഖുർആൻ നമ്മളെ പിൻപറ്റും. നമ്മളെ പിൻപറ്റിയാൽ ഖുർആൻ നേരെ നരകം, നമ്മൾ ഖുർആൻ പിൻപറ്റിയാൽ സ്വർഗ്ഗം. മനസ്സിലാകുന്നുണ്ടോ?
മനസ്സിലാവണം. ഖുർആൻ എന്ന് പറഞ്ഞു വാപ്പ മരിക്കുമ്പോൾ ഹത്ത് ഓതാൻ വേണ്ടി വെച്ചേക്കോ പ്ലാസ്റ്റിക് കൂടിനകത്തെടുത്ത് വെച്ച് അവിടെ ഇരിക്കുക. ഖുർആനുമായിട്ട് എന്ത് ബന്ധം? മുരുകാലയത്ത് പോകുമ്പോൾ നസീമ ബീവി എടുത്ത് പറയും പൂജാരി ഒരു ഖുർആൻ മേടിച്ച് വലിയ പള്ളി കൊണ്ട് കൊടുത്തരുന്നു. ഉടനെ കൊണ്ട് വലിയ പള്ളി കൊടുക്കും നേർച്ച വസ്തുവായിട്ട്. നേർച്ച വസ്തു പോക്കുന്നാളെ ഖുർആൻ ഇത് കുറഞ്ഞ സാധനമാണ് നിങ്ങൾ വിചാരിച്ചത്. അതാണ് പറഞ്ഞ ഹദീസാലി ഓദിക്കേൽപ്പിക്കുന്നത്. ഖുർആനിനെ പിൻപറ്റിയ ഖുർആൻ നിന്നെ കൊണ്ടെത്തും. ഇനി ഖുർആനിനെ നീ പിൻപറ്റുന്നില്ല എങ്കിൽ ഖുർആൻ നിന്നെ പിൻപറ്റും. നിന്നെ പിൻപറ്റിക്കഴിഞ്ഞാൽ നിന്നെ നിലനിർത്തുന്നുണ്ടാവും. ഉള്ളവണം ബാങ്കിൽ കൊടുത്ത് വെളുപ്പിച്ചോ, ഇല്ലെങ്കിൽ ബാങ്ക് നിന്റെ പുറകെ വരും. നിന്നെ വെളുപ്പിച്ചിട്ടേ പോവുള്ളൂ. രണ്ടാലൊരു കാര്യം ഉറപ്പാണ് സംഭവം. ഒന്നുകിൽ നീ അല്ലെങ്കിൽ രണ്ടല്ലോ ഉറപ്പാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നുകിൽ ഖുർആൻ നിന്റെ പിന്നാലെ വരും. നിന്റെ പിന്നാലെ ഖുർആൻ വന്നാൽ നിന്നെ പിടിച്ച് നിലനിർത്തിയാണ്. അതിന് ഇപ്പോഴേ പിടിച്ചോ. അതിനുവേണ്ടിയുള്ള അവസരമാണ്. അതിനുവേണ്ടി പഠിക്കാനുള്ള അവസരമാണ്. മനസ്സിലാക്കാനുള്ള അവസരമാണ്. ഏറ്റവും നല്ല അവസരമല്ല ഇതിലുള്ള വേറെന്താ അവസരം? ഖുർആൻ ജീവിത വിശുദ്ധിക്ക്. ഖുർആൻ ജീവിത വിശുദ്ധിക്ക്. പരിശുദ്ധമായ ഖുർആൻ നമ്മൾക്ക് വിശുദ്ധി ഓതി തരുന്ന ഗ്രന്ഥമാണ്. നമ്മളെ സംസ്കരിക്കുകയാണ്, നമ്മളെ ശുദ്ധിയാക്കുകയാണ്, നമ്മളെ നന്നാക്കിയെടുക്കുകയാണ് ഖുർആൻ. പരിശുദ്ധ ഖുർആന്റെ ശൈലി അതാണ്. ഏത് വിഷയത്തിനും പരിഹാരം പരിശുദ്ധ ഖുർആൻ. ഏത് വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയും? ഖുർആനിലേക്ക് കടന്നു വന്നാൽ എല്ലാ വിഷയങ്ങൾക്കും മാതൃക ഖുർആൻ. ഒന്നാമത് ഖുർആൻ നമ്മളെവിടെ അവതരിപ്പിക്കുന്ന ശുദ്ധി എന്താണ്? ആരോഗ്യ ശുദ്ധി, ആരോഗ്യം, ജീവിത വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. എന്ത് തിന്നണം എന്ത് തിന്നരുത് എന്ന് പഠിപ്പിക്കുന്നു ഖുർആൻ. കണ്ടതെല്ലാം വാരി വലിച്ച് തിന്നാൻ പറ്റൂല. ഖുർആൻ പറയുന്ന വഴിയിൽ നമ്മൾ തിന്നണം. ഖുർആന്റെ മക്കളോടുള്ള ഉപദേശം കേട്ടോ, അല്ലാത്തവർക്ക് ഉപദേശിച്ചിട്ട് കാര്യമില്ലല്ലോ. ഖുർആൻ അംഗീകരിക്കുന്നവരോടുള്ള ഉപദേശമാണ്, അല്ലാത്തവരോടുള്ള ഉപദേശിച്ചിട്ട് കാര്യമില്ല. എന്ത് തിന്നണം തിന്നരുതെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത്. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വഖുലൂ വശ്റബൂ വലാ തുസ്രിഫൂ കുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. ഒന്നാമത്തെ വിശുദ്ധി. ആദമിന്റെ മക്കളെ, ആദമിന്റെ സന്തതികളെ, നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കണേ, നല്ല വസ്ത്രം ധരിക്കണേ. പഴഞ്ചനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഖുർആൻ സംസ്കാരം പഠിപ്പിക്കുന്നു. ഖുർആൻ സംസ്കാരം പഠിപ്പിക്കുന്നു. ഖുർആൻ നല്ല വസ്ത്രം ധരിക്കണോ ഖുർആൻ പഠിപ്പിക്കുന്നു. പണ്ട് ഉപ്പമാരിട്ടോണ്ട് നടന്ന അണ്ടർവെയർ ഇട്ടുണ്ടായപ്പോൾ ചെറുപ്പക്കാർ നടക്കുന്നത്. അണ്ടർവെയർ ഇട്ടുണ്ടൊക്കെ പള്ളിക്കകത്തൊക്കെ അണ്ടർവെയറിന്റെ ഒരു ഇത് തന്നെ പാശ്ചാത്യന്മാരുടെ ശൈലി. ആ ശൈലി നമ്മൾ പിൻപറ്റി. ബർമൂഡ അതിന്റെ പേരാ ബർമൂഡ. അതിട്ടിട്ട് പള്ളിക്ക് വരുന്നത് നമ്മുടെ ചെറുപ്പക്കാർ മൊത്തം ഒരു നാണമില്ല. അയ്യേ ഇന്ന് മുസ്ലിങ്ങൾ എന്താണ് വളരെ വളരെ വിഷമം. റോഡിലൊക്കെ ഒന്ന് വണ്ടി കഴിവുന്ന മുസ്ലിങ്ങൾ, നമ്മുടെ വണ്ടി പെട്ടിയോട്ടമൊക്കെ മറ്റേ ഓട്ടോകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് കഴിവുന്നത് ഈ ചട്ടി ഇട്ടുണ്ട്. കഷ്ടം, വളരെ വിഷമം തോന്നിപ്പോ. എന്ത് ചെയ്യാൻ? നമ്മുടെ കൗമായതുകൊണ്ട് നമുക്ക് വലിയ വിഷമം. വലിയ നമുക്ക് വലിയ പ്രശ്നമില്ല. ചുമ്മാ അല്ല ഇവനൊക്കെ നോക്കിട്ട് കുന്നും കൗമം പൂറാന്ന് അല്ലാഹുതആല പറഞ്ഞത്. അല്ലാഹുതആല പറഞ്ഞ വാക്ക് എത്ര വളരെ വളരെ ആ വാക്ക് മാന്യമായ വാക്ക്. ചട്ടി ഔറത്ത് കാണിച്ചിട്ട് റോഡിൽ നിൽക്കുന്നു നമ്മുടെ കൗമുകൾ. ശരി, ആര് പഠിപ്പിച്ചു കൊടുക്കാൻ? ആര് പറഞ്ഞു? അള്ളാഹ് പറഞ്ഞ വാക്കെന്താ? അങ്ങനെ നീ ഔറത്ത് കാണിക്കല്ലേ. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു നബിന റസൂലുള്ളാഹി തആല പറയുകയാണ്, അലിയേ നിന്റെ തൊട നീ മറയ്ക്കണേ, അത് ഔറത്താണ് അലിയേ, അത് മറ്റാരും കാണരുത് അലിയേ. നബിന റസൂലുള്ളാഹി തൊട കാണിക്കാൻ പാടില്ല. പൊക്കിളിന്റെ മുകൾ ഭാഗം മുതൽ മുട്ടുകാലിന്റെ താഴ്ഭാഗം വരെയാണ് നമ്മുടെ ഔറത്ത്. മുണ്ട് മടക്കി കുത്തിയാലും മുട്ടുകാലിന്റെ താഴെ ആയിരിക്കണം, പിന്നെ മുകളിലോട്ടാകാൻ പാടില്ല. മീൻ കച്ചവടത്തിനൊക്കെ മുട്ടുകാലിലൊക്കെ ഇങ്ങനെ മടക്കി അങ്ങോട്ട് കുത്തിയിട്ട് അല്ലാഹു അക്ബർ. ആസാം വികണ്ടിയൊക്കെ ഇനി വെളിയിൽ ചാടി കിടക്കല്ല. അല്ല മടക്കി കുത്തിയല്ല, അല്ല നമ്മുടെ കാക്കന്മാർ തന്നെയാണ് സംഭവം.
മനസ്സിലാക്കണ്ടേ? ഔറത്ത് കാണിക്കല്ലേ. ഈ ഔറത്ത് വെളിയിൽ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇച്ചിരി, അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുണ്ട് ഇച്ചിരി പൊക്കി കൊടുക്കാൻ പറഞ്ഞു. നിസ്ഫുസ്സ, അഴുക്കാവില്ല, നമ്മുടെ ജോലിക്ക് തടസ്സം ഉണ്ടാവില്ല, ഔറത്തും കാണൂല. ഇച്ചിരി പൊക്കി അങ്ങോട്ട് മുകളോട്ട് കെട്ടി ഇവിടം വരെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ജോലി നടക്കും. ആശ്ചര്യല്ലേ? ഇപ്പൊ അതുകൊണ്ട് ഇപ്പം സ്റ്റൈലും ഇപ്പോഴത്തെ പാൻറ് എന്താ ഇവിടം വരെ നിസ്ഫുസ്സാക്കുള്ള പാൻറ്റായി. പെണ്ണുങ്ങളുടെയൊക്കെ പാൻറ് നിസ്ഫുസ്സാക്കായി. പെണ്ണുങ്ങൾക്കല്ലാതെ പറഞ്ഞത്, ആണുങ്ങൾക്ക് പറഞ്ഞത്. അതിപ്പോ പെണ്ണുങ്ങൾ ഏറ്റെടുത്തത് ആണുങ്ങൾ ഏറ്റെടുക്കാൻ പറയുന്നത്. അതങ്ങനെയാണല്ലോ. പെണ്ണ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കും അത് ജായിസായി. ഒരുപക്ഷെ നമുക്ക് അവളുടെ പാൻറ് എടുത്തിട്ടുണ്ട് പുറത്തു പോകേണ്ടി വരും ചിലപ്പോൾ. ഇപ്പൊ പണ്ട് അങ്ങനത്തെ ശൈലിയാണ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ പാൻറ് എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനത്തെ സൈസ് അല്ല. ഇപ്പൊ വേറെ കുറെ ഈ പാൻറിന്റെ ഫ്രണ്ടിലും ബാക്കിലും വെള്ളം നനഞ്ഞിരിക്കുന്ന പോലത്തെ മോഡലായി ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത്. ഇതെന്താ നമ്മൾ ധരിക്കുന്നത്? ആണുങ്ങൾ ഇട്ടുകൊണ്ട് പോയാൽ ബാക്ക് സൈഡ് നനഞ്ഞിരിക്കും, വയറ്റിളക്കം പിടിച്ചിട്ട് കഴുകാതെ പോവാന്ന് പറയും. പെണ്ണുങ്ങളാണെങ്കിൽ ഹൈലായിട്ട് പാട് വെക്കാതെ പോവാന്ന് പറയും. രണ്ടാലൊരു കാര്യം ഉറപ്പായിരിക്കും. എന്തേ? ശരിയല്ലേ? ശരിയല്ലേ? ആ മോഡല. അപ്പൊ ഇങ്ങനെ പാശ്ചാത്യനാക്കി വെച്ചിരിക്കുന്ന എന്തിനാ? നനഞ്ഞാലും കുഴപ്പമില്ല അളിയ, പാടില്ലാലും കുഴപ്പമില്ല അളിയ, വയറിളകിയാലും കുഴപ്പമില്ല അളിയ, ഇത് സ്റ്റൈലാണെന്ന് ആള് ധരിച്ചോളൂ. കൊള്ളാം. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇറങ്ങി ജനങ്ങൾ. അങ്ങനത്തെ അവസ്ഥയിലേക്ക് ഇപ്പൊ പാൻറ് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ നമ്മളിത് അംഗീകരിക്കും? എങ്ങനെ ഇത് വാങ്ങും? നമ്മൾ കൊടുക്കും? കഷ്ടകാലത്തിനെങ്ങാണ് ഉസ്താദെങ്ങാണ് ഈ പാൻറിട്ട് നിസ്കരിക്കേണ്ടി വന്നു, സുജൂതി പോകുമ്പോൾ മൊത്തം നനഞ്ഞിരിക്കുന്നത്, ഒന്നുമില്ലാതെ മൊയിലാർ നിസ്കരിച്ചെന്ന് പറഞ്ഞ നാളാകെ പള്ളിയെ പ്രശ്നമാക്കൂലേ? പാൻറിട്ട് നിസ്കരിച്ചെന്ന് പറഞ്ഞ നിസ്കാരം ഒന്നും ഫസാദാവൊന്നുമില്ല. ചിലപ്പോ ഒന്ന് സറാബിയിൽ ഖുർആനിൽ തന്നെ പറഞ്ഞ വാക്ക് തന്നെയാണ്. നല്ലതാ, പാൻറ് നല്ലതാണ്. നമ്മുടെ ഔറത്തൊന്നും അറിയില്ല, അല്ല ഔറത്തൊന്നും വെളിയിൽ കാണില്ല. ചാടാനും ഓടാനും എല്ലാത്തിനും അറബികൾ കണ്ടില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തട്ടുകൊടുക്കും. നമ്മളൊക്കെ മയ്യത്തടക്കാൻ നേരത്ത് കബറിലെ കർമ്മം തട്ടുകൊടുക്കും ആൾക്കാർ. ശിവന്റെ ആലിബാബ മുഴുവൻ ആ മയ്യത്ത് കാണുകയാണ്, തട്ടോടി എടുത്തിട്ട്. മയ്യത്ത് കാണുക. ഇവന് നാണമുണ്ടോ? ഇത് കൊടുത്തോണ്ട് ഞാൻ മയ്യത്തിനെ ഇറക്കാൻ വേണ്ടി? അറബികളെ കണ്ടുണ്ടോ കമീസ് ഇടുന്നത്? കമീസിനടിയിൽ ഒരു പാൻറ് ഇടുന്നത്. അറബികളെ കബറി ഇറക്കുമ്പോ എന്താ? കമീസ് മടക്കി അങ്ങോട്ട് കിട്ടും. കമീസ് മടക്കി കിട്ടുമ്പോ അവന്റെ ഔറത്ത് കാണൂല, പാൻറ്റായി ഔറത്ത് കാണൂല, കാല് തമ്മിൽ മുട്ടൂല, പ്രശ്നമില്ല, മടക്കി കെട്ടാമുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്തൂടെ? പാൻറ് ഇട്ടിട്ട് ഇറങ്ങ്. പൈജാമ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, സർവാളും കമ്മീസ് എന്നൊക്കെ പറഞ്ഞ സാധനം. സറാബിയിൽ അള്ളാഹ് ഖുർആനിൽ പറഞ്ഞതാണ് ഈ സർവാൽ എന്നായത് സംഭവം. അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ വാക്ക് തന്നെയാണ് ഈ വന്നത്. പൈജാമ എന്ന് ഹിന്ദിക്കാര് പറയുന്നില്ലോ, പൈജാമ. ജാമാൻ, ജാമാന്റെ പയ്യാണെന്ന പൈ, അതാണ് അതിന്റെ അർത്ഥം. പൈജാമ എന്ന അതിന്റെ അർത്ഥം. അപ്പൊ ഇത് ഖുർആൻ തന്നെ പഠിപ്പിക്കുന്ന വാക്കാണ്. ഔറത്ത് പറഞ്ഞിടക്കും, റാഹത്ത്, കുഴപ്പമില്ല. രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ അതിട്ടുകൊണ്ട് കിടക്കട്ടെ, റാഹത്തായിരിക്കും. ഒരുപക്ഷെ ഔറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചു കുട്ടികൾക്കൊക്കെ നമ്മൾ അത് പ്രോത്സാഹിപ്പിക്കണം. പാൻറ് ഇട്ടിട്ട് രാത്രി കിടക്കാൻ വേണ്ടിട്ട്. ഇല്ല, പാൻറ് ഇട്ട് കിടക്കുന്നതാന്ന് നടക്കുന്ന തന്നെ പാൻറ് ഇട്ട്. ഏതാ? ലെഗിൻസ്. ഒരുമാതിരി ബനിയന്റെ തുണി, ഇച്ചിരി പോലൊരു സാധനം. അമങ്ങി ഇരുന്നാല് ട്രെന്നൊരു സൗണ്ട് കേൾക്കും. ഒന്നുമില്ല, കീറിപ്പോയതാ, വേറെ സൗണ്ടൊന്നും അല്ല സംഭവം. ഒരു അമങ്ങി ഒന്ന് ഇരിക്കാൻ നിയത്ത് ചെയ്ത് അല്ല, മൊത്തത്തിൽ കീറിപ്പോയി സംഭവം. പിന്നെ മഴയും കൂടെ കാണും പെയ്താൽ പിന്നെ പറയും വേണ്ട. അവിടെ കാലിന്റെ കുഴയിൽ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ കാണാം. ആ കോലത്തിലാ സംഭവം. സ്കാൻ ചെയ്യണ്ട, ഈ കോലത്തിലായിരിക്കും. എന്തിനൊക്കെ വാങ്ങിയിട്ടില്ല. ഇത് അകത്തിടേണ്ട ഇന്നർ എന്നാ അതിന്റെ പേര്. ഇന്നർ എന്നാ അതിന്റെ പേര്. അകത്തിടേണ്ട സാധനമാണ്. അകത്തിടേണ്ടത് പുറത്തു വന്നു. നമ്മുടെ ചെറുപ്പക്കാരൻ ജട്ടി അകത്തിടുന്ന സാധനമല്ലേ. ഇപ്പൊ അതിന്റെ ഇലാസ്റ്റിക് പുറത്തു കൊണ്ട് ഞാൻ ചുരുങ്ങി വെച്ചിരിക്കുകയാണ്. ഇല്ലേ? ഇല്ല, ശരിയല്ലേ? എന്താ ആരും ഉണ്ടാക്കുക? ഇന്നത്തെ അങ്ങനെയാണ്. ചോദിച്ചു നോക്കുക. അല്ലെങ്കിൽ ഇവരോടൊക്കെ അത് ചിലപ്പോൾ ആരെങ്കിലൊക്കെ മുൻപോക്കി നോക്കുക. അതിൽ ആരെങ്കിലൊക്കെ നിർത്തിയിട്ടുണ്ട്. ബൈക്കിലൊക്കെ പോകുമ്പോ അങ്ങനെ കാണുന്നെന്ന് ഈ ജട്ടിയുടെ എലാസ്റ്റിക്കിന്റെ അടയാളം അടക്കം കാണും. നമുക്ക് വിഷമം വരുന്നു. നമ്മുടെ ചെറുപ്പക്കാർ അങ്ങനെ മടക്കി വെക്കണത് അല്ലേ? ഇതിനേക്കാളും നല്ലത് അതും ഇല്ലാതെ ചുമ്മാ തുറന്നു നടത്തുള്ളൂ. വിശാലമായ കാറ്റും കയറി റാഹത്തറാന്ന് യാത്ര ചെയ്യാലോ. ആര് നോക്കാനും ഇതൊക്കെ? ഇപ്പൊ ഒരു പെണ്ണ് ATM-ന്റെ മുന്നിൽ പോയി പൈസ കിട്ടാതെ മൊത്തം ഉരിഞ്ഞിട്ട് അവിടെ കിടന്ന് ആടിക്കൊണ്ട് കിടന്നു. ആരെങ്കിലും പോയി കണ്ടോ? ആരും നോക്കാനും ശ്രദ്ധിക്കാനൊന്നും ഇല്ല. ഈ 2 ദിവസം ആളുകൾ നാണക്കെടുന്ന് മൂന്നാമത്തെ ദിവസം അല്ലി വല്ലി ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ, ഇത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ സംഭവം ഹലാസ്. ഇത്രയൊക്കെ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ സംഭവം. ഇദാ ഫാതകൽ ഹയാ ഫഫഅൽ മാ ശിഅത. നിന്റെ ലജ്ജ
നിനക്ക് നഷ്ടപ്പെട്ടു പോയാൽ നിനക്ക് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാം. അർബഉൻ മിൻ സുനനിൽ മുർസലീൻ, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, 4 കാര്യങ്ങൾ സുന്നത്താണ്, പ്രവാചകന്മാരുടെ സുന്നത്താണ്. അതിൽ ഒന്ന് അൽ ഹയാ, ലജ്ജ പ്രവാചകന്മാരുടെ സുന്നത്താണ്. ലജ്ജ, നാണം വേണം, പ്രവാചകന്മാരുടെ സുന്നത്താണ്. അംബിയ മുർസലീങ്ങളുടെ സവിശേഷതയാണ്, അവരുടെ സ്വഭാവമാണ്. ലജ്ജയില്ലാത്തവൻ അവൻ ഇഷ്ടമുള്ളത് പ്രവർത്തിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല വസ്ത്രം ധരിക്കണം കേട്ടോ, നല്ല വസ്ത്രം ധരിക്കണം. നല്ല വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ അത് ആർഭാട വസ്ത്രമായി മാറരുത്, ആർഭാട വസ്ത്രമായി മാറരുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുലൂ വതസദ്ദഖൂ വൽബസൂ ഫീ ഗൈരി ഇസ്റാഫി വലാ മഖീലാ. നിങ്ങൾ കഴിക്കണേ, നിങ്ങൾ സദഖ ചെയ്യണേ, നിങ്ങൾ വസ്ത്രം ധരിക്കണേ, ഫീ ഗൈരി ഇസ്റാഫി വലാ മഖീലാ. അത് ദുർവ്യയവുമാകരുത്, അഹങ്കാരവുമാകരുത്. ഇത് രണ്ടുമാകാത്ത നിലയിലുള്ള വസ്ത്രം കഴിക്കാം, അല്ല വസ്ത്രം ധരിക്കാം, ഭക്ഷണം കഴിക്കാം, വെള്ളം കുടിക്കാം, സദഖ ചെയ്യാം. പക്ഷെ ദുർവ്യയമായി പോകാൻ പാടില്ല. തിന്നണം, കുടിക്കണം. എന്റെ പൊന്ന സഹോദരിമാരെ, കല്യാണ വീടുകളിൽ നിങ്ങളുടെ മക്കൾക്ക് ആവശ്യമില്ലാതെ ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് അത് കഴിക്കാതെ പകുതിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോയാൽ നാളെ ഈ ഭക്ഷണത്തിന്റെ പേരിൽ എന്റെ പൊന്ന സഹോദരി അള്ളാന്റെ കോടതിയിൽ നീ മറുപടി പറയണം. ഓരോ ചോറിനും മറുപടി പറയണം. കൊച്ചു കുഞ്ഞിനൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് ഇരുത്തിട്ട് ഉള്ള മൊത്തം അങ്ങോട്ടങ്ങ് വായിലുക. എത്ര വയസ്സുണ്ട്? 4 വയസ്സ്. 4 വയസ്സ് കുട്ടിയുടെ മുന്നിൽ ഒരു 500 ഗ്രാം ഇറച്ചെടുത്ത് വെച്ച് കൊടുക്കണം. തിന്ന് 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 250 രൂപ കല്യാണത്തിനോട് തരും, 1250 രൂപയുടെ ഭക്ഷണവും കഴിക്കും. ഉള്ളവരെല്ലാം കൊണ്ടുവരുമ്പോ കൊച്ചുമോളെ കുറ്റിയോടെ വരുന്ന നമ്മൾ പൈസ കൊടുക്കല്ലേ, വാ തിന്ന്, എന്നെ കൊണ്ട് തിന്നാൻ പറ്റത്തില്ല, നീയെങ്കിലും തന്നെ വാ. എല്ലാത്തിനെ കൊണ്ടുവരിക, തീർച്ചയായിട്ടും വണ്ടാരം തിന്ന് നീ കായ്ക്കുന്ന സമയം. ഐസ്ക്രീം വാങ്ങാം, 2 ഉപ്പ് നോക്കിട്ട് എടുത്തെറിയും. ജ്യൂസ് വാങ്ങും, പകുതി കുടിക്കും, കളയും. യൂറോപ്യൻകാരായ ചോറൊക്കെ കല്യാണ വീടുകളിലൊക്കെ ചവിട്ടി അതിന്റെ മുകളിലൂടെയാ പോകുന്ന ചവിട്ടിയിട്ട് ചോറ്, ബിരിയാണി. മനസ്സിലാക്കുന്നൊക്കെ നമുക്കൊക്കെ ഒരു അഹങ്കാരം, നമുക്കൊക്കെ ഒരു തമാശയാണിതെല്ലാം. ഒരു തുള്ളി, ഒരു പിടി ഭക്ഷണമില്ലാതെ ഫലസ്തീനിലെ മക്കള്, സോമാലിയയിലെ മക്കള്, എത്യോപ്യയിലെ മക്കള്, പാവപ്പെട്ട മക്കള് അഭയാർത്ഥികളായിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വഴിയില്ലാതെ ചത്ത മൃഗത്തിന്റെ മാംസം ഉണ്ടോന്ന് അന്വേഷിച്ചെടുക്കാണ് നമ്മുടെ കൗമുകൾ. മനസ്സിലാക്കണം. അപ്പോഴാണ് ഇവിടെ അഹങ്കാരത്തോടെ കൂടിയുള്ള തീറ്റയും കുടിയും, അഹങ്കാരത്തോടുള്ള തീറ്റയും കുടിയും കുറയ്ക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കാണ്, സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ അള്ളാഹു വിടില്ല. ഈ ഇസ്റാഫ് കാണിക്കുന്നവരെ അള്ളാഹു ഉപയോഗിച്ചത് ആരുടെ കൂട്ടത്തിലെന്ന് പറയട്ടെ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിനോടൊപ്പമാണ്. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം പിഴച്ചവരാണ്. അയ്നകും ലതഅതൂന الرجال شهوة من دون النساء بل أنتم قوم مسرفون. ഇസ്റാഫ് ചെയ്യുന്ന വർഗമായിരുന്നു, ദൂർത്തിന്റെ ഉടമകളായിരുന്നു, ദുർവ്യയം ചെയ്യുന്നവരായിരുന്നു. മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമുദായം, ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞു. അവർ അഹങ്കാരികളായിരുന്നു എന്ന് ഖുർആൻ പറഞ്ഞുവെങ്കിൽ ഭക്ഷണവും പാനീയവും അഹങ്കാരത്തോടെ കളയുന്നവര് അല്ലാഹു ശപിച്ചു കളയും, അവരെ നശിപ്പിച്ചേക്കാം. അതുകൊണ്ട് നിങ്ങൾ ഇനി അത് സൂക്ഷിക്കണേ. ഉമ്മാന്റെ ഭക്ഷണത്തിൽ തളികയിൽ നിന്ന് ചോറ് വാരി കുട്ടിക്കൂട്, ഉമ്മാന്റെ ഭക്ഷണ തളികയിൽ നിന്ന് ചോറ് വാരി കുഞ്ഞിനോട്. പ്രത്യേകിച്ച് എന്തിനാ ഒരു പാത്രം വെച്ചിട്ട് ചോറ് വിളമ്പി കൊടുക്കുന്നത്? ചിന്തിക്കണ. ഇതൊക്കെ ഖുർആനും ഹദീസൊക്കെ ഇതൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, വെറുതെ ഒന്നുമല്ല. വേണമെങ്കിൽ പടി. വെറുതെ പാവം പിടിച്ചവൻ 1000 പേരെ കല്യാണത്തിന് വിളിച്ചു, 1500 പേര് വന്നു. എത്ര ഹോട്ടലിൽ നിന്ന് അവസാനം ഓർഡർ ചെയ്തു? അല്ല, ഹോട്ടലിൽ നിന്ന് കിട്ടുമോ? പെട്ടെന്ന് സംഭവം രക്ഷയില്ല.
അതുകൊണ്ട് വിളിച്ചവൻ മാത്രം മാന്യമായിട്ട് തന്നെ കഴിയും. ഭക്ഷണം വല്ലവന്റെ ആണെങ്കിലും വയറും നമ്മുടേതാണെന്നെങ്കിലും ഒന്ന് ചിന്തിക്കണം. അങ്ങനെ നോക്കിയിട്ട് ചില ആളുകളെ തിരിഞ്ഞ് അളിയ നീ എന്തുകൊണ്ടാണ് ഇപ്പം മിണ്ടല്ലേ, ഇപ്പം സംഭവം ഫീസൊക്കെ മാറി പോകണ്ട, ഇപ്പൊ സംസാരിക്കില്ലേ എന്ന് പറയും. തിന്ന സമയത്ത് സലാം പറഞ്ഞപ്പോൾ നടക്കല്ലേ സംഭവം തിരിഞ്ഞ ഇടിയില്ലേ കല്യാണ വീട്ടിലൊക്കെ മറ്റേ ഗസയില് ഡോർ തുറക്കുന്ന പോലെ അപ്പുറത്തോട് ഈജിപ്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടിച്ച് അങ്ങോട്ട് പൊളിച്ച്. അള്ളാഹ് ഉസ്താദുമില്ല തങ്ങളുമില്ല. നമ്മളെങ്ങനെ നിക്കാഹ് നടത്തിയിട്ട് പോയ ആത്തുമ്മാടെ മണ്ടയിലോട്ടാണ് വീഴുന്നത് ചോറ് തിന്നാൻ നേരത്ത്. വെള്ളി അങ്ങോട്ട് പോയി. ഉസ്താദ് തങ്ങളെ അവലിയൊന്നും അല്ല, അടിയുടെ പോയിരുന്ന വേണമെങ്കിൽ. എന്തൊരു സംസ്കാരമാണ്. അള്ളാഹു ആലം. പണ്ടൊക്കെ ഉസ്താദ്മാരെങ്കിലും ഒന്ന് മാന്യമായിട്ട് വിളിച്ചോണ്ടൊക്കെ എവിടെയെങ്കിലും കൊണ്ടിരുത്തിച്ചിട്ട് ഭക്ഷണമൊക്കെ തരുമായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല. ഉസ്താദ് ക്യൂ നിന്നോ തള്ളി വിട്ടോളാൻ പറയും. നമുക്ക് വലിയൊക്കെ നമുക്ക് വലിയ ഉസ്താദ് കലിസ്താവണമെന്ന് ഞാൻ പറയും. ഞാൻ ഒറ്റ തള്ളുള്ള ദിവസം നേരെ അങ്ങോട്ട് വയ്ക്കണം. നേരെ പാത്തുമ്മട നെഞ്ചത്തോട്ടോട്ട് ഉസ്താദ് വയ്ക്കണം. സൗജത്തുക്ക വൻകവത്തുക്ക ബിന്ദി പാത്തുമ്മ നടന്നാണ് അവിടെ നിക്കാഹ് നടന്ന സംഭവം. എന്താ എവനെങ്കിലും ഉസ്താദിന്റെ വിരോധി അപ്പുറത്തോണ്ട് ഫോട്ടോ എടുക്കുന്നോ, കല്യാണം വിട്ട് ഉസ്താദ് പോയി കെട്ടിപ്പിടിക്കുന്നുണ്ടോ, നാളെ മുതൽ ഫുള്ള് വ്യാപിപ്പിച്ചു. ഏറ്റവും നല്ലത് കല്യാണം കഴിക്കുക, പള്ളിക്കകത്ത് വരാൻ പറഞ്ഞു, അവിടെ വെച്ച് നിക്കാഹ് നടത്തി കൊടുക്കുക, മൊയിലിയാർക്ക് ചാപ്പാട് അവിടെ കൊണ്ടുവന്ന് തിന്നുക, ഇല്ലെങ്കിൽ പോയി ഹോട്ടലിൽ പോയി മേടിച്ചില്ല. അതാ ഏറ്റവും നല്ലത്. ഇസ്സത്തുണ്ട്, അഭിമാനമുണ്ട്. പിന്നെ ഉസ്താദ് കൈമടക്ക് കിട്ടത്തില്ല എന്ന് ഓർത്താൽ ഈ പോകുന്നത് കഷ്ടം. കൈമടക്ക് പോയാലും പഴയ നോട്ട കൊടുക്കുന്നത് ആർക്കും വേണ്ടാത്ത സാധനം. പുതിയത് നോക്കാൻ പറ്റുമോ? കൈമടക്കല്ലേ അവിടെ വെച്ച് നോക്കാനും പറ്റുമോ? തീർന്നില്ല. ഇവിടെ പള്ളി കൊണ്ട് വരുമ്പോഴേ അളിയ പഴയ 1000 രൂപ അളിയ അഞ്ഞ് എന്തോ ചെയ്യാനും ഞാൻ ഉസ്താദ് ഇരിക്കട്ടെ കാണിക്കോ ചിക്കൻ ഇട്ട് വെച്ചേനെ ഒന്നുമില്ല, നമുക്ക് മാസ്റ്ററെ കൊണ്ടുപോകുമ്പോൾ മാറാം. കിട്ടിയത് പറഞ്ഞ വലിയ ദുവാ ഒക്കെ ചെയ്തോണ്ട് അവിടെ നിന്ന് ഇടം വരെ വന്ന ഉസ്താദ്. പള്ളി വരെ ദുവാ ആയിരുന്നു. ഇത് കണ്ടപ്പോഴത്തെ ദുവാ എല്ലാം തിരിച്ചെടുത്ത് അള്ളാ ഈ ദുവാ എന്റെ ഉപ്പുപ്പാടെ കവറിലേക്കോട്ട് പോട്ടെ, അവിടെ എല്ലാം തിരിച്ചു വിട്ട് സംഭവം മനസ്സിലായില്ലേ? അതാ വലിയ സൂക്ഷിച്ച് എല്ലാം പോയി തീർന്ന സംഭവം. അതുകൊണ്ട് ഇച്ചിരിയൊക്കെ ആദരിക്കും. ഇതൊക്കെ ഉസ്താദന്മാരൊക്കെ ഒത്തിരി ഒന്ന് ആദരിക്കുക. അവരൊക്കെ ഒന്ന് ആദരിച്ച് അവർക്ക് വേണ്ടതുപോലെ കൈകാര്യമൊക്കെ ചെയ്തു കൊടുക്കണം. ഈ വെള്ളങ്ങൾ ഇടയ്ക്കൊക്കെ കൊണ്ടുപോയിട്ട വലിയ പാടാ. അല്ലാഹു അക്ബർ. ഖൈർ. അപ്പൊ ബഹുമാനമുള്ള സഹോദരനെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. തിന്നുക, കുടിക്കുക മാന്യമായിട്ട്. ഇസ്രാഫ് പാടില്ല. ഇസ്രാഫ് കാണിച്ചവനാണ് ഫറോവ. അല്ലാഹു തആല ഫറോവയെ കുറിച്ച് പറഞ്ഞു, വഇന്ന ഫിർഔന ലഅല ഫിൽ അർദ് ഇന്നഹു കാന മിനൽ മുസ്രിഫീൻ. അവൻ ദുർവ്യയം ചെയ്യുന്നവനാണ്, അവൻ അഹങ്കാരിയായിരുന്നു, ധിക്കാരിയായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫറോവയെ കുറിച്ച് പറഞ്ഞു. ദുർവ്യയം ചെയ്യുന്നവൻ ഫറോവയുടെ കൂട്ടത്തിൽപ്പെട്ടു. നഅൂദുബില്ലാ. നമുക്ക് വേണ്ട. തിന്നോ കുടിച്ചോ, നല്ല വസ്ത്രം, മാന്യമായ വസ്ത്രം ധരിക്കാം, ഒരു കുഴപ്പമില്ല. മാന്യമായി ചെരുപ്പ് ധരിക്കാം, ഒരു കുഴപ്പമില്ല. മാന്യമായ വീട് വെക്കാം, ഒരു കുഴപ്പവുമില്ല. മാന്യമായ വാഹനം എടുക്കാം, ഒരു പ്രശ്നവുമില്ല. അമിതമാകരുത്, ദൂർത്താകരുത്. അതേ അല്ലാഹു തആല പറയുന്നുള്ളൂ. അത് ഖുർആൻ നമ്മളെ പഠിപ്പിക്കാൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ യുഹിബ്ബു ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ ബിമാ അമറ ബിൽ മുർസലീൻ യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് തയ്യിബാത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തയ്യിബുൻ. അല്ലാഹു നല്ലവനാണ്, അവൻ നല്ലതല്ലാത്തതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ലാ യഖ്ബലു ഇല്ലാ തയ്യിബാ. അവൻ വൃത്തിയില്ലാത്തതൊന്നും അവൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിൽ മുർസലീൻ. അല്ലാഹു സത്യവിശ്വാസികൾക്ക് എന്താണോ കൽപ്പിച്ചത്, അല്ലാഹു അമ്പിയാക്കൾക്ക് എന്താണോ കൽപ്പിച്ചത്, അത് തന്നെയാണ് സത്യവിശ്വാസികളോടും കൽപ്പിച്ചത്. എന്താണ് കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ ഖുലൂ മിനത് തയ്യിബാത് വഅമലൂ സാലിഹാ. ഏ പ്രവാചകന്മാരെ, നിങ്ങൾ നല്ലത് കഴിക്കണേ, നന്മ
വർദ്ധിക്കണേ എന്ന് അള്ളാഹു പ്രവാചകന്മാർക്ക് നൽകിയ താക്കീതുണ്ടല്ലോ. അതേ താക്കീത് തന്നെയാണ് സത്യവിശ്വാസികളായ നമ്മളോടും അള്ളാഹു നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും നിങ്ങൾ ശ്രദ്ധിക്കണേ. എന്താ തീറ്റി, എന്താ കുടിക്കേണ്ടത് ഖുർആൻ പറയുന്നു. നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. വെറുതെ ഒന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് തിന്നണം, എന്ത് കുടിക്കണം ഖുർആൻ. ഇന്ന് നമ്മുടെ മക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന കുടി വെള്ളം, മദ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യത്തെ ഖുർആനിൽ ഉപമിച്ചത് എങ്ങനെയാണെന്ന് പറയട്ടെ. ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് എടുക്കുന്നുണ്ടോ? ഉണ്ടോ? എടുത്തോ. പിന്നെന്താ എടുക്കാത്ത? മണി 11 ആയില്ലേ, എൻ്റെ സമയം കഴിഞ്ഞു പോയി. 10:30 നിർത്തേണ്ട സമയം. അച്ഛ വെള്ളം ഇട്ടാൽ ഇച്ചിരി പാവപ്പെട്ട പിള്ളേരെ ഒന്ന് സഹായിച്ചു കൊടുക്കണേ. വലിയ കല്യാണ പന്തൽ പോലൊക്കെ പന്തലൊക്കെ വിചാരിച്ച് പൈസ കൊടുക്കാൻ ഉണ്ടാവും. ജപ്തി ഭീഷണിയാവുമോ എന്ന് ആർക്കറിയാം. പഴയ നോട്ടായാലും മതി, ഞങ്ങൾ മാറിക്കോളാം എങ്ങനെയെങ്കിലുമൊക്കെ ഇൻഷാ അല്ലാഹ്. ഉള്ളത് തുറന്നു കിടന്ന അതേപോലെ ചൂട് ഇതാരും കുടിക്കാൻ അള്ളാഹു നമ്മളെ തീറ്റിപ്പിക്കും. ആരും കുടിക്കാൻ ഇത്തരം പറഞ്ഞതിന് ശിക്ഷയാന്ന് തോന്നുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 100 രൂപ ഞാൻ തരാം. അള്ളാഹു കബൂലാകട്ടെ. അള്ളാഹു ഈമാൻ സലാമത്താക്കട്ടെ, ദീൻ സലാമത്താക്കട്ടെ. ബിസ്മില്ലാ. എല്ലാവരും ഒന്ന് കാര്യമാണ് ഉത്സവം പറയാൻ സഹായിക്കും. എല്ലാ കാര്യങ്ങൾക്കും പാവപ്പെട്ട മക്കളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചവനെ റബ്ബെ, ഖുർആന്റെ ബർക്കത്തുകൊണ്ട്, മജ്ലിസിന്റെ ബർക്കത്തുകൊണ്ട്, സദഖകൾക്ക് അള്ളാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ ഇഷ്ടമല്ലേ? ആളുകൾക്കെല്ലാം ഓരോരുത്തർക്ക് ഓരോ തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആളുകൾ വാത് കേട്ടൊക്കെ മടുത്തെന്ന് തോന്നുന്നു ഇല്ലേ? എപ്പോഴെപ്പോഴും വാത് വയ്ക്കരുത്. 2 വർഷത്തിൽ ഒരിക്കലും വാത് വയ്ക്കാവൂ. ഈ വാത് കേട്ട് ആളുകളിവിടെ കേട്ട് കഴിഞ്ഞാൽ എന്താ പറയുന്നത് എല്ലാവർക്കും അറിയാം. അത് ഹറാമ്, ഇത് ഹറാമ്, അത് ഹറാമ്, ഇത് ഹറാമ്, അത് ഹറാമ്, ഇത് ഹറാമ, എല്ലാം ഹറാമ്. അത് തന്നെയാണ് പ്രശ്നം. വല്ല ഹലാലാക്കി കൊടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ അൽഹംദുലില്ലാ, വാത് കൊള്ളാം. ആകപ്പാട് ഹലാലാക്കി കൊടുക്കാൻ പറ്റിയ ഒറ്റ ഒരു കാര്യമുള്ള നിക്കാഹ്. ഹറാമായ പെണ്ണിനെ ഹലാലാക്കി കൊടുക്കാം. അല്ലാത്തതുകൊണ്ട് ഇപ്പൊ വേറെ നമുക്ക് എന്തെങ്കിലും ഹലാലാക്കി കൊടുക്കാൻ പറ്റുമോ? കേൾക്കണം, പഠിക്കണം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെ തന്നെയാണ് അല്ലാഹു തആല സ്വർഗത്തിലേക്ക് പോകാനുള്ള ഒരു വഴിയാണല്ലോ ഇതെല്ലാം. അല്ലാഹുവേ പടച്ചവനെ, ബക്കറ്റെ കൊണ്ടുവരുമ്പോൾ ഇട്ട് കൊടുപ്പാ. വെറുതെ പാവം പിടിച്ചമാരില്ല. പിന്നെ മന്ത്രവാദികൾ തേങ്ങ ഒഴിയുന്ന പോലെ ചുമ്മാ എൻ്റെ മുന്നിൽ കൊണ്ട് ഞാൻ കറക്കിയിട്ട് മിണ്ടാതെ നീയില്ല കുത്തുകല്ല് പൊരിയുന്നു. എന്തെങ്കിലും നമ്മുടെ മുന്നിൽ വരെയല്ലേ ചോദിച്ചു വരുന്നത്. എന്തെങ്കിലും കൊടു. എന്നൊക്കെ പിടിച്ചു വെച്ച മോടിയെല്ലാം അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് പിടിച്ചു വെക്കണ്ട, കൊടു. ഖുർആനിൽ ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കാറുണ്ട്. ഇപ്പൊ ഒരു വലിയ പ്രശ്നമാണല്ലോ ഈ ശരീഅത്ത് പ്രശ്നം. ശരീഅത്തിലെ വലിയ വിഷയം ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. ഭയങ്കരമായ ഒരു ചർച്ചയാണ്. നമ്മൾ ശരീഅത്തിനെ കുറിച്ച് പഠിക്കണം. മുസ്ലിങ്ങൾക്കൊന്നും ശരീഅത്തൊന്നും അറിയില്ല. ആരാ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് ശരീഅത്ത് അറിയാമെന്ന്? മുസ്ലിങ്ങൾക്ക് നമുക്ക് തലാഖ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കെല്ലാം അറിയാമോ? നമുക്ക് തലാഖും അറിയില്ല, നിക്കാഹും അറിയില്ല, ഒന്നും അറിയില്ല. എന്തറിയാന്നുള്ളതാണ് ഇപ്പൊ നമുക്കറിയില്ല. ഇത്രയും വാദും കാര്യങ്ങളൊക്കെ നടക്കും. നമ്മളിത് മനസ്സിലാക്കുന്നുണ്ടോ? തലാഖിന്റെ പ്രശ്നങ്ങളുമായിട്ട് ഇങ്ങനെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ പൊടി പിടിക്കാനും നമ്മൾ സിന്താപ വിളിക്കാനും ഒക്കെ നമ്മൾ പോയി. എല്ലാം റാഹത്ത് തന്നെ സംഭവം. നമ്മുടെ കൗമുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടോ? തലാഖിനെ കുറിച്ച് നമ്മുടെ കൗമിന് തന്നെ എന്താണെന്ന് വിവരമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ് ഈ തൊലാഖ്? എന്തിനാണ് തൊലാഖ്? ബഹുഭാര്യത്തിന് എന്തിനാണ്? ഒന്നിലധികം ഭാര്യമാർ എന്തിനാണ്? ഖുർആനിൽ ഉണ്ടല്ലോ. എന്തിനാ ഈ വെറുതെ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? ഖുർആൻ പഠിച്ചാൽ മതി. മലയാള പുസ്തകം വായിക്കരുത്. ഈ മലയാള പുസ്തകം വായിക്കുമ്പോഴേ വിവരമില്ലാതെ പോകുന്നത്. ഖുർആൻ പഠിച്ചാൽ മതിയല്ലോ. എല്ലാ വിഷയത്തിനും അതിൽ തക്കതായ മറുപടി ഉണ്ട്. എന്തിനാ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്? നിങ്ങൾ അള്ളാഹ് വിളിക്കുന്നതല്ലേ വാ ഖുർആനിലേക്ക്. പക്ഷെ പഠിക്കാൻ തയ്യാറാകാത്തോണ്ടല്ലേ. മുത്തലാഖ് 3 തലാഖ് എന്ന ചർച്ചകൾ വരുമ്പോൾ മുത്തലാഖ് എന്നൊരു വാക്ക് ഖുർആനിലില്ല. എവിടെയെങ്കിലും ഉണ്ടോ? ആർക്കും കാണിച്ചില്ല. ഖുർആനിൽ അല്ലാഹു 2 തലാഖ് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അത്തലാഖു മറതാൻ. സംശയമുണ്ടോ? ഖുർആനിൽ പഠിപ്പിച്ച വാക്കല്ലേ അല്ലാഹു തആല. അള്ളാഹ്ക്കറിയാം ഒരു കാലഘട്ടം വരും ഇവിടെ മുത്തലാഖിന്റെ ഒരു ചർച്ച ഉണ്ടാകും. ആവശ്യമില്ലാതെ മുത്തലാഖ് എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളുടെ മണ്ടയിലോട്ട് കയറാൻ വരുമെന്ന് അള്ളാഹ്ക്കറിയാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു അത്വലാഖു മറതാൻ ഫഇംസാകും ബിമഅറൂഫ് ഔ തസ്രീഹും ബിഇഹ്സാൻ.
എന്ത് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം എന്ന് പോലും പറയുന്നു. എന്തിനാണ് തലാഖ് എന്ന് പഠിപ്പിക്കുന്നു. മൂന്നാമത്തെ തലാഖ് വരേണ്ട സാഹചര്യം എപ്പോഴാണെന്നും ഖുർആൻ പറയുന്നുണ്ട്. അതെപ്പോഴാണെന്ന് ഒറ്റയടിക്ക് നീ 1, 2, 3 ഒന്നും ചൊല്ലാനല്ല പറയുന്ന ഖുർആൻ. ആരാ അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നത്? ഒരു ഇസ്ലാമും പഠിപ്പിക്കുന്നില്ല. ഒരു പെണ്ണിന്റെ ഭാര്യയുടെ മുഖത്തൊക്കെ ആവശ്യമില്ലാതെ നിന്നെ ഞാൻ നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു പറയാൻ പോലെ അവകാശം ഇസ്ലാം നൽകുന്നില്ല. തലാഖ് ചൊല്ലൽ പോലും വെറുതെ തമാശയ്ക്ക് പോലും ഒരു ഭാര്യയുടെ മുഖത്ത് നോക്കി നിന്നെ ഞാൻ തലാഖ് ചൊല്ലിയിരിക്കുന്നു എന്ന് പറയാൻ അവകാശമില്ലേ ഇല്ല. വല്ലാത്തി യഅതീനൽ ഫവല്ലാത്തി തഖാഫൂന നുശൂസഹുൻ ഫഇളൂഹുൻ വഹജൂറുഹുൻ ഫിൽ മളാജി واضربوهن فإن طعنكم فلا تبغوا عليهن سبيلا. അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണാണ് നിന്റെ ഭാര്യയെങ്കിൽ അവളോടെടുക്കേണ്ട നിയമങ്ങൾ 3. ഒറ്റയടിക്കവളെ നീ 3 തലാഖ് ചൊല്ലരുതേ. ഖുർആന്റെ പ്രമേയം ശ്രദ്ധിക്ക്, ഖുർആൻ മനസ്സിലാക്ക്, ഖുർആൻ പഠിക്ക്. മോദിക്കൊക്കെ ഖുർആൻ പഠിപ്പിച്ചോട്. എങ്ങനെയാണ് ഒരു പെണ്ണിനെ തലാഖ് ചൊല്ലേണ്ട ഒരു സാഹചര്യം എപ്പോഴാണ്? വല്ലാത്തി തഖാഫൂന നുശൂസഹുൻ. ഒരു സ്ത്രീയിൽ നിന്ന്, ഒരു ഭാര്യയിൽ നിന്ന് അനുസരണക്കേട് നീ ഭയപ്പെടുന്ന പക്ഷം ഒന്നാമത് അവളോടെടുക്കേണ്ട നിലപാട് ഫഇളൂഹുൻ, അവളെ നീ നല്ല നിലയിൽ ഉപദേശിക്കണേ. അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണാണ്. ഭർത്താവ് ക്ഷമിച്ച് കുറെ നാളൊക്കെ ക്ഷമിച്ച്, അങ്ങനെ ക്ഷമിച്ചിട്ടൊന്നും രക്ഷയില്ല, പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഒറ്റയടിക്ക് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ തലാഖല്ല. അവളെ ഉപദേശിക്കണം, വിളിച്ചിട്ട് ഉപദേശിക്കണം. കുറച്ചാൾ ഉപദേശമൊക്കെ കേട്ട് നല്ല നിലയിൽ നടക്കും. വീണ്ടും പഴയ കോലത്തിൽ വരും. പഴയ കോലത്തിൽ വീണ്ടും വരുമ്പോ രണ്ടാമത് എന്ത് ചെയ്യണം? വിരിപ്പിൽ നിന്ന് മാറിക്കിടക്കണം, മിണ്ടരുത്, അവളോട് മിണ്ടരുത്, സംസാരിക്കരുത്. കെറുവിച്ച് വഴക്കുണ്ടായി 2 ദിവസം 2-3 ദിവസം വീട്ടിൽ തന്നെ മാറിക്കിടക്കണം. ഇസ്ലാമിലെ നിയമം. മൂന്നാമത്തെ നിയമം, അതിലും അവള് വഴങ്ങുന്നില്ല. മാറിക്കിടന്ന് നമ്മൾ 3 ദിവസം മാറി ഒറ്റ റൂമിൽ കിടന്ന് അവള് ഒറ്റയ്ക്ക് കിടന്ന് ചാറ്റ് ചെയ്യുകയാണ്. അള്ളാഹു പഠിച്ചവനെ, ഒരു രക്ഷയില്ല. അവൾക്ക് സന്തോഷം, അവൾ രക്ഷപ്പെട്ട് റാഹത്തായി. അവള് ഒരുമിച്ച് കിടന്നപ്പോൾ എൻ്റെ ഇക്ക കളിയപ്പോൾ 3-ാം ദിവസം ഞാൻ ഇക്കായിട്ട് ദേഷ്യം കുഴപ്പമില്ല, അവൻ്റെ ഇക്ക ഒന്നും വരുത്തുന്നില്ല, ധൈര്യമായിട്ട് ചാറ്റ് ചെയ്തോ, ഒരു രക്ഷയില്ല, കഥ കൂട്ടിയിട്ടുണ്ട്. അപ്പൊ അവർക്ക് റാഹത്തായി. മവാജി ഉറപ്പായിക്ക വരത്തില്ല എന്നറിയാം. ഞാൻ അങ്ങോട്ട് പോവോ? ഞാൻ പോവോ അല്ല, ഞാൻ ഐഷു അല്ല എന്ന് ഞാൻ പോയാ തീർന്ന്. അവള് പോലെന്ന് ഉറപ്പായി. 3 ദിവസം ഇയാള് നോക്കി. ഇടയ്ക്കിടയ്ക്കൊക്കെ അനക്കമൊക്കെ കയറുമ്പോൾ തിരിഞ്ഞു നോക്കാം, അവള് വരുന്നുണ്ട്. ഐഷു ഇല്ല, പൂച്ചയായിരുന്നു സംഭവം. പൂച്ച വന്നാലും അവള് വരൂല, അത് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവള് വരൂല. 3 ദിവസവും കഴിഞ്ഞ് രക്ഷയില്ല. പിന്നെ എന്ത് ചെയ്യണം? ഒരു പൊട്ടിയിൽ ഒരടി അടിക്കണം. അടി എന്ന് പറഞ്ഞാല് ഒത്തിരി ഒരു ഭീഷണിക്ക് വേണ്ടിയുള്ള ഒരു അടിയാണ്. അതല്ലാതെ അവളുടെ നട്ടലൊടിയുന്ന രീതി അടിച്ചേക്കല്ലേ. പിന്നെ അവന്റെ മാമ വെച്ചേക്കൂല. ഉള്ള കാര്യം ഞാൻ പറഞ്ഞു, ഉള്ള കാര്യം പറയാം. നോക്കി കണ്ടോ അടിക്കണം, അടിക്കുന്ന സ്ഥലമൊക്കെ നോക്കിക്കോണം. ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിട്ട് ഒരു അടി. അതും ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇത്ര അനുസരണക്കേട് കാണിക്കുന്ന പെണ്ണായിരുന്നിട്ട് പോലും അടിക്കുന്നത് നോവാത്ത അടി, വേദനിക്കാത്ത അടി അടിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പൊ പെണ്ണുങ്ങളുടെ എത്ര മഹത്വം ഇസ്ലാം. ഈ പെണ്ണിന്റെ മുഖത്തൊക്കെ 3 തലാഖെല്ലാം പറയുമോ ഇസ്ലാം? പറയൂ. ഇസ്ലാമിന്റെ നിയമം മാറ്റിമറിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട യുപിയിലെ പെണ്ണുങ്ങളെയൊക്കെ ഫോൺ വിളിച്ചിട്ട് നിന്റെ ഇക്ക 1-ലധികം പെണ്ണുകളുടെ നിനക്ക് ഇഷ്ടമാണോടി? ഫർസാന, ഷബാന, ഷലീല ഇഷ്ടമല്ലോ? ഇല്ലേ, എനിക്ക് ഇഷ്ടമില്ല. എന്റെ ഇക്ക 1-അല്ലാതെ കിട്ടിയാലും ഇഷ്ടമല്ല. ഞങ്ങൾ ആ നിയമം കൊണ്ടുവരാൻ പോകുന്നത്, നീ തയ്യാറാണോ? ഞാൻ ഒപ്പിട്ടുതരാം. അങ്ങനെ പാവം പിടിച്ച പെണ്ണുങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുത്ത 50,000 പേര്. അതാണോ നിയമം? എന്തിനാണ് 1-ലധികം ഭാര്യമാർ? ഒന്നുകിൽ ഒരു ഭാര്യയെ കൊണ്ട് തൃപ്തിയില്ലാതെ രണ്ടാമതൊരു ഭാര്യയെ കല്യാണം കഴിക്കേണ്ട ഒരു സാഹചര്യം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ എന്താ? വെറുതെ ഓടിപ്പോയിട്ട് അങ്ങ് പെണ്ണ് കെട്ടാനാണോ? മുണ്ടുരിയുന്ന പോലെ മുണ്ടുരിയുന്ന പോലെ
പെണ്ണിട്ട് ഇഷ്ടം. ഞങ്ങളൊക്കെ മലപ്പുറം ജില്ലയിൽ കാസർഗോഡും കണ്ണൂർ കർണാടകയിലൊക്കെ പ്രസവിക്കാൻ പോകുന്നവരാ. വീട്ടിലേക്ക് വരാൻ വലിയ പാടാണ്. 2-3 ദിവസം 4 ദിവസം യാത്രയൊക്കെ വരുന്ന എന്നാൽ കാസർഗോഡ് ഒന്ന്, കണ്ണൂർ ഒന്ന്, കൊല്ലം ജില്ലയിലൊന്ന്, കേരളത്തിൽ നിന്നൊക്കെ ഓരോന്നൊക്കെ ആയിക്കൂടെ അമ്മക്കൂടെ. എന്നാ പിന്നെ ഉസ്താദ് തയ്യാറാണെങ്കിൽ എത്ര പെണ്ണുങ്ങൾ റാഹത്ത ഞങ്ങളെ കല്യാണം കഴിച്ചോളാണ് നേരിട്ട് ഫോൺ വിളിച്ച് ഞങ്ങൾ റെഡിയാന്നാ പറയുന്നത്. പടച്ച റബ്ബെ, അങ്ങനെ സംഭവിക്കുമോ ആരെങ്കിലും ദുനിയാവിൽ? ഇവിടെ പെണ്ണുമ്പിള്ള കാണുന്ന പരിസരത്ത് കയറ്റുമോ? അപ്പൊ അങ്ങനെ അനുവാദം ഉണ്ടായിട്ട് പോലും അത് സമ്മതിക്കുന്നില്ല, താല്പര്യമില്ല, അങ്ങനെ ആരും ചെയ്യാറുമില്ല. ഇപ്പൊ നമ്മളെല്ലാവരും ഒരുമിച്ച് കുടിക്കുന്നു. എന്തായാലും നമ്മുടെ മനസ്സിനകത്തൊരു ബോധി ഉണ്ടോ എന്നുള്ള കിട്ടിയാൽ കൊള്ളാന്ന്. പക്ഷെ ഓളെ പേടിച്ചിട്ടല്ലേ നമ്മൾ കെട്ടാത്തത്. എല്ലാവർക്കും ആഗ്രഹമുണ്ട്, പക്ഷെ ആ ബോധി ആള് വെച്ചേരെ മനസ്സിൽ വെച്ചേരെ അത് മാത്രം വേണ്ട, അത് എടുക്കണ്ടെന്ന് പറയും പുറത്തേക്ക്. അപ്പൊ എല്ലാവരും ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മളെന്തായാലും നമ്മുടെ ഭാര്യയെ കളഞ്ഞിട്ട് നമ്മൾ രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം ശരീഅത്ത് പഠിപ്പിക്കുന്നു, രണ്ടാമതൊരു വിവാഹം കഴിക്കാൻ ഒരു പുരുഷനെ പ്രേരിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്താണ്? ഒന്ന്, ലൈംഗികമായി ഈ ഭർത്താവിന് ആസക്തി കൂടുതലാണ്, ശക്തി കൂടുതലാണ്, ലൈംഗികമായി കഴിവ് കൂടുതലാണ്. ഈ കഴിവ് തന്റെ ഭാര്യയെ കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഇദ്ദേഹത്തിന് രണ്ടാമത് വിവാഹം കഴിക്കാം. അല്ലെങ്കിൽ പിന്നെ വ്യഭിചാരത്തിലേക്ക് പോകും. രണ്ടാമത്, തന്റെ ഭാര്യയ്ക്ക് ലൈംഗികമായ ആസക്തി കുറവാണ്, താല്പര്യമില്ല. ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഹയാത്ത് സുന്നത്താക്കാൻ വേണ്ടി നോക്കിയിട്ട് അവൾക്ക് താല്പര്യമില്ല. അതിനെ കൊണ്ട് ഇയാൾ എത്ര നാൾ ഇങ്ങനെ ശ്രമിച്ചിരിക്കും? വെള്ളം കടുക്കാൻ വെള്ളം കുടിച്ച് ഇയാളെ ഉപ്പാടും ക്ഷമിച്ച് ഇയാളിരിക്കുക. നടക്കുന്ന കാര്യമല്ല. എന്താ പറയും, സവിയ എന്നെ കൊണ്ട് പറ്റൂല, നിന്നെ ഞാൻ ഒഴിവാക്കുന്നില്ല, ഞാൻ ഒരു കല്യാണം കഴിക്കാൻ പോവാണ്. കല്യാണം കഴിച്ചാൽ ഞാൻ തൂങ്ങിച്ചാവും, തീർന്ന സംഭവം. അതല്ലേ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ തൂങ്ങിച്ചെത്താൻ ഞാൻ അങ്ങനെ ഒന്നും ചാവൂല, നിങ്ങൾ എന്നെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചെന്ന് എഴുതി വെച്ചിട്ട് ഞാൻ ചാവത്തുള്ളൂ. അവിടെയും പോയി സംഭവം. നീ എഴുതിയത് എവിടെ വെക്കുന്നതെന്ന് പറഞ്ഞിട്ട് നീ ചത്തോ കുഴപ്പമില്ല, ഞാൻ പിന്നെ അത് കീറി കളഞ്ഞോളാം എടുത്ത് എന്ന് അങ്ങോട്ട് വേണമെങ്കിൽ ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മളെ കൂടെ കുടിക്കളയും. സാധനം എന്ന് പറഞ്ഞാൽ അങ്ങനെ സാധനം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കയറി കെട്ടിപ്പിടിച്ച് ആര്? സലീഹ. അവസാനം കെട്ടിയവൻ വന്ന് എന്റെ പെണ്ണുമ്പളെ കയറി പിടിച്ചോ. ഞാൻ പിടിച്ചല്ല, അവളെന്നെ പിടിച്ച. ആ പണിയോടെ നടക്കണേ. പെണ്ണ് പറഞ്ഞു ഇല്ല ഇക്ക ഞാൻ പിടിക്കുവോ, ഇക്ക ഉള്ളിടത്തോളം കാലം ഞാൻ യൂസുഫിനെ കയറി പിടിക്കുവോ. യൂസുഫിനെ കയറി പിടിച്ചത് ഇക്ക. അവസാനം അന്വേഷിച്ച് വന്നപ്പോ പിടി പുറകിന്നാ കിട്ടിയത്. പുറകിൽ പക്ഷെ കയറിയിരിക്കുന്നത്. അപ്പൊ സലീഹ, നീ ആ കയറി പിടിച്ചതില്ലേ, എന്നിട്ട് എന്റെ മുന്നിൽ നീ കള്ളം പറഞ്ഞു. അതാണ് പെട്ടെന്ന് മലക്കം പറഞ്ഞാലും പെണ്ണുങ്ങൾ സൂക്ഷിച്ചോണം. നമ്മുടെ തമ്മിലൊക്കെ ചിരിച്ചും വിളിച്ചും ഒക്കെ സംഭവം വരും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ എന്നെ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന് പറഞ്ഞോളയും. ഒരു പെണ്ണും ഇങ്ങോട്ട് അനുവാദമില്ലാതെ അങ്ങോട്ട് കയറി ആരും പീഡിപ്പിക്കാനും ഒളിച്ചോടാനും പോകില്ല. പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഭവം പ്ലേറ്റ് തിരിഞ്ഞ തന്നെ. സൂക്ഷിച്ചോ. ഹബാലത്ത് ഷൈത്താൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതൊക്കെ സൂക്ഷിച്ചു. അള്ളാഹ് കാത്തിരക്ഷിക്കട്ടെ. എന്താ ആമീൻ പറയാത്ത? എന്നാ പോയി കുടുങ്ങിക്കോ, എന്നാ കുടുക്കി തരട്ടെ. പിന്നെ അതിൻ്റെ അടുത്ത് രക്ഷപ്പെടുത്താൻ വേണ്ടി ദ്വാരക്കും ആരും ആമീൻ പറയുന്നില്ല. പിന്നെ കുടുങ്ങണം പോയി കിടന്നിട്ട്. അള്ളാ പടച്ചവനെ, നാണക്കേടല്ലേ ദുനിയാവിൽ. എന്തായിരിക്കും ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെട്ട് നഊദുബില്ലാ. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ യബ്തലാക്കല്ലാഹു ബിഹി വഫളലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീലാ ലാ തഫ്ളഹനാ ബൈന റൂസിൽ ഖലാഖി വലാ ഫിദ്ദുനിയാ വലാ ഫിൽ ആഖിറ. ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, മനസ്സിലാക്കണം, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയങ്ങളൊക്കെ നമുക്കിവിടെ പഠിപ്പിച്ചത്. ഇന്നത്തെ ഈ ചർച്ചകളും ഒക്കെ വിഷയങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിരുന്നത്. അപ്പോൾ മൂന്നാമത് അവളെ അടിക്കേണ്ടത്, വേദനിപ്പിക്കുക, അതൊരു ഭീഷണി സ്വരത്തിലാണ്. അപ്പൊ എങ്ങനെയാണ് ഈ കല്യാണം കഴിക്കേണ്ട സാഹചര്യം? അവൾക്ക് ലൈംഗികമായ ആസക്തി കുറവ്, അപ്പൊ നമുക്കൊരു കല്യാണം കഴിക്കാം. 3, വന്ധ്യയായ പെണ്ണാണ്, എന്റെ ഭാര്യയ്ക്ക് മക്കളുണ്ടാവൂല, നമ്മൾ എന്ത് ചെയ്യാം? മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാം. 4, എന്റെ ഭാര്യ മാറാ രോഗിയാണ്, കഷ്ടം, നമ്മൾ അവളെ ഒഴിവാക്കണ്ട, ത്വലാഖും ചൊല്ലണ്ട. രോഗിയായ അവളിലൂടെ ലൈംഗികമായി ശാരീരികമായി നമുക്ക് ഗുണമുണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ അവളെ നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റൊരു വിവാഹം കഴിക്കൽ നമ്മുടെ മേലപ്രദനീയമാണ്. ഈ 4 വഴികളായി ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്. അതല്ലാതെ ചുമ്മാതെ പോയി പെണ്ണ് കെട്ടാനൊന്നും അല്ല പഠിപ്പിക്കുന്നത്. ആരാ പറഞ്ഞത് പോയി പെണ്ണ് കെട്ടാൻ? പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങളുടെ ഭാര്യമാർക്കിടയിൽ നീതി പുലർത്താൻ കഴിയില്ലയോ, നിങ്ങൾ ഫവാഹിദ, ഒന്നുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടണമേ. ഖുർആൻ പറയുന്ന വാക്കതാണ്. ഒന്ന് മതി നമുക്ക്.
അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ. അതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. പിന്നെ ആരാ പറഞ്ഞ ഒന്നിലധികം പെണ്ണ് കെട്ടണം? അങ്ങനത്തെ സാഹചര്യം വന്നാൽ മാത്രമാണ് അത് ഈ 4 കാര്യങ്ങളാണ്. പക്ഷെ എന്നാൽ പോലും ആരും അതിന് തയ്യാറാവുകയില്ല. കൂടുതലും നമ്മുടെ ഇവിടെ മുസ്ലിം സമുദായത്തിനിടയിൽ ബഹുഭാര്യത്വത്തിന്റെ കണക്ക് കുറവാണ്. ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വമുള്ളത് ഹിന്ദു സമുദായത്തിലാണ്. രാഹുൽ ഈശ്വറിന്റെ പ്രസ്താവനയാണ്. രാഹുൽ ഈശ്വർ അല്ലാമ ഷേഖുന ഒന്നുമല്ല, ഹിന്ദുക്കളുടെ നേതാവാണ് രാഹുൽ ഈശ്വർ. ആ രാഹുൽ ഈശ്വർ പറഞ്ഞാണ് 90% ഡിവോഴ്സ് നടക്കുന്നതും 90% ബഹുഭാര്യത്വമുള്ളതും ഹിന്ദു സഹോദരങ്ങളിലാണ്. കാരണം എന്താണ്? മതപരമായി അവർക്ക് വിവരമില്ലാത്തത് കൊണ്ടാണ്. ഇത് ഏറ്റവും കുറവ് മുസ്ലിമുകൾക്കിടയിലാണ്. കാരണം മതപരമായി അവർക്ക് വിവരമുള്ളത് കൊണ്ടാണ്. അവരെന്നെ സംബന്ധിച്ച വാക്കാണ്. നമുക്ക് പറയേണ്ട കാര്യമില്ലല്ലോ. ഇനി ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മതം ഇസ്ലാമല്ല. ബഹുഭാര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു ഋഗ്വേദം, മനുസ്മൃതിയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ഭാര്യ സ്വശൂദ്ര ജന്മനാ. ബ്രാഹ്മണ ക്ഷത്രിയ വിശാം ഭാര്യ സ്വശൂദ്ര ജന്മനാ. വർണ്ണക്രമം അനുസരിച്ച് യാജ്ഞവൽക്യോപനിഷത്ത് 1:58 വർണ്ണക്രമം അനുസരിച്ച് ബ്രാഹ്മണന് 3 ഭാര്യമാർ. വർണ്ണക്രമം അനുസരിച്ച് അവരുടെ കളറനുസരിച്ച് ബ്രാഹ്മണർക്ക് 3 ഭാര്യന്മാർ, ക്ഷത്രിയന് 2 ഭാര്യന്മാർ, വൈശ്യർക്ക് 1 ഭാര്യ, ശൂദ്രന് സ്വന്തം ജാതിയിൽ നിന്ന് മാത്രമേ പെണ്ണ് കെട്ടാൻ പറ്റൂ, ബാക്കി ഒരു ജാതിയിൽ പെണ്ണ് കെട്ടാൻ പറ്റൂല. ഇസ്ലാം അങ്ങനെയെങ്കിലും അത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ? കറുത്തവന് വെളുത്തവള്, വെളുത്തവന് കറുത്തവന് ഇല്ല. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇവിടെ അറബികളെക്കാൾ അനറബിക്ക് പ്രത്യേക സ്ഥാനമില്ല. അനറബികൾക്ക് അറബികളെക്കാൾ പ്രത്യേക സ്ഥാനമില്ല. അനറബികൾക്കോ അറബികളെക്കാൾ സ്ഥാനമില്ല. കുല്ലുകും മിൻ ആദം വ ആദമു മിൻ തുറാബ്. എല്ലാവരും ആദമിന്റെ മക്കളാണ്, ആദമോ മണ്ണിൽ നിന്നുള്ളവരാണ്. അല്ലാഹുവിന്റെ സ്വീകാര്യൻ, അല്ലാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നവനത്തെ അത്രേ. അബൂദർ റളിയല്ലാഹു അൻഹു വെളുത്തവനാ, ബഹുമാനപ്പെട്ട ബിലാൽ കറുത്തവനാ. ഒരിക്കൽ ബഹുമാനപ്പെട്ട ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അബൂദർ റളിയല്ലാഹു തആല അൻഹു കറുത്തവന്റെ മകനെ, കറുത്തവളുടെ മകനെ എന്ന് വിളിച്ചപ്പോ കരഞ്ഞ ഇലാഹ ഹദറത്ത് റസൂലുള്ളാഹ് വളരെ വിഷമത്തോടെ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ പോയിട്ട് പറയുകയാ, നബിയേ, ഞാൻ എത്യോപ്യക്കാരനായതുകൊണ്ട്, മുടി ചുരുണ്ടവനായതുകൊണ്ട്, മൂക്ക് ചപ്പിയവനായതുകൊണ്ട്, എനിക്ക് അവിടുത്തെ സമുദായത്തെ പോലെ വെള്ള കളറില്ലാത്തത് കൊണ്ട് അവിടുത്തെ സമുദായം എന്നെ ആക്ഷേപിക്കുകയാണ് നബിയേ. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ അബൂദറിനെ വിളിച്ച് ശകാരിക്കുകയായി, അബൂദറേ, നിന്റെ കുടുംബ പാരമ്പര്യം ഇവിടെ വിളമ്പേണ്ടതില്ല. ഇവിടെ കറുത്തവനും വെളുത്തവനും എല്ലാം ഒരേ സ്ഥാനമാണ്. നിന്റെ വിവരമില്ലായ്മ ഇപ്പോഴും കളയാൻ സമയമായിട്ടില്ല. അല്ലാഹു റസൂൽ ചോദിച്ച വാക്കാണ്, കറുത്തവനും വെളുത്തവനും ഒരേ സ്ഥാനം. ആ കറുത്ത വർഗക്കാരനായ കറുത്ത കൈകളുള്ള ബിലാലിന്റെ മുബാറക്കായ കൈകളിലേക്കല്ലയോ ലോകത്തിന്റെ മുത്ത് കഅബയുടെ താക്കോല് കൊടുക്കുന്നത്. ഇഫ്തഹിൽ ബാബ യാ ബിലാൽ. ലോകത്തിന്റെ കഅബയായ, ലോകത്തിന്റെ ഖിബ്ലയായ ഈ കഅബയുടെ താക്കോലിതാ തുറക്കൂ ബിലാലേ. നീ കറുത്തവനാണ്. ലോകം നിന്നെ ആക്ഷേപിക്കുമ്പോ, ഉമയ്യത്തിന്റെ കിങ്കരന്മാർ നിന്നെ ചവിട്ടി പുറത്താക്കുമ്പോ, പരിശുദ്ധമായ ഇസ്ലാം കറുത്ത മക്കൾക്ക് സ്ഥാനം നൽകുന്നു എന്ന് ലോകമറിയട്ടെ. അവർ ആദരിക്കുന്ന കഅബയുടെ മുകളിൽ കയറി ഉച്ചത്തിൽ ബാങ്ക് കൊടുക്കൂ ബിലാൽ. ആരാ സ്ഥാനം കൊടുക്കുക? ഈ കറുത്ത വർഗക്കാരന്.
ആരെല്ലാം കൊടുക്കോ? പരിശുദ്ധ പ്രവാചകൻ. എന്നാലോ വെള്ളാരം കല്ല് പോലെ വെളുത്ത അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാനുൽ ഗനി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊന്നും ചാൻസ് കൊടുത്തില്ല. കേറ് ബിലാൽ, നീ കർത്തവനാണെന്നോ ലോകം പറയട്ടെ, കേറ്. ബിലാൽ റളിയല്ലാഹു തആല സ്ഥാനം കൊടുത്ത് ഇസ്ലാം. അതാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാം പഠിക്കും. 40 വയസ്സുകാരിയായ ഖദീജ റളിയല്ലാഹു അൻഹ, 25 വയസ്സുകാരനായ ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിച്ചില്ലേ? ആ ഖദീജ ബീവി ലോകത്ത് നിന്ന് വിട പറയുന്നത് വരെ മറ്റൊരു വിവാഹം കഴിക്കാൻ നബി തങ്ങൾ തയ്യാറായില്ല. നബി തങ്ങളുടെ ഭാര്യമാരിൽ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ അല്ലാതെ ബാക്കി എല്ലാ ഭാര്യമാരും വിധവകളായിരുന്നില്ലേ? ആയിഷ ബീവി മാത്രമായിരുന്നു തികച്ചും കന്യക. 65 വയസ്സുകാരി സുമയ്യ റളിയല്ലാഹു അൻഹയെ പോലും അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിച്ചുവെങ്കിൽ അത് വികാര വിചാരം കൊണ്ടല്ല, പരിശുദ്ധ ശരീഅത്തിലേക്ക് കടന്നു വന്ന് ആരും ഏറ്റെടുക്കാനില്ലാതെ വന്നപ്പോ ആ വിധവകളുടെ കണ്ണുനീരൊപ്പിക്കൊണ്ട് ലോകത്തിന്റെ നേതാവ് ശ്രദ്ധേയനായതാണ്. പരിശുദ്ധമായ പ്രവാചകൻ ഒന്നിലധികം വിവാഹം കഴിക്കാൻ തയ്യാറായത്. എന്നാലോ അവർക്കിടയിൽ നീതി നിർവഹണം നടത്തിയിരുന്ന പ്രവാചകൻ അവരെ വേദനിപ്പിക്കുകയോ അവരെ അടിക്കുകയോ അവരെ ഭീഷണിപ്പെടുത്തുകയോ അവരെ കൊണ്ട് അമിതമായി പണിയെടുപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. മാളറബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിയദിഹി ഖത്ത് ഇംറഅതൻ വലാ ഖാദിമാ ഇല്ലാ അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്. മഹദിയായ ആയിഷ ബീവി പറയുകയാ, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാരാ, ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാകാറുണ്ട്, ഞങ്ങളെ തർക്കിക്കാറുണ്ട്. ചിലപ്പോൾ ഒരു ദിവസം മുഴുവനും ഞങ്ങൾ ഞങ്ങളുടെ പ്രിയതമനോട് മിണ്ടാതിരിക്കാറുമുണ്ട്. എത്രത്തോളം ദേഷ്യപ്പെട്ടിട്ട് പോലും അവിടുത്തെ കൈകൊണ്ട് ഞങ്ങളെ അടിച്ചിട്ടേ ഇല്ല. നബീന റസൂലുള്ളാഹി, അതാണ് നബി. അങ്ങനെ ഒരു കല്യാണം നടത്തി കാണിച്ചു തരാൻ പറ്റുമോ ആർക്കെങ്കിലും? അടിച്ചിട്ടേ ഇല്ല. നമ്മുടെയൊക്കെ പെണ്ണുമ്പളുടെ പുറം ഒന്നുകൊണ്ട് സ്കാൻ ചെയ്ത് കൊടുക്കണം, നോക്കണം കല്യാണം കഴിഞ്ഞിട്ട് എത്ര ഇടി കിട്ടിയിട്ടുണ്ടെന്ന് അവിടെ പുറത്ത് അടയാളം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിച്ചിട്ടേ ഇല്ല ഒരൊറ്റ പെണ്ണിനെ പോലും, ഒരു ഭാര്യയെ പോലും. അതാണ് എന്റെ നിയമം. വേദനിപ്പിച്ചില്ല, എന്നാ ദേഷ്യപ്പെട്ടിട്ടില്ല. ആയിഷ ബീവിയൊക്കെ പാത്രം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ആയിഷ ബീവിയുടെ മുന്നിൽ കൊണ്ടുപോയ പാത്രം, ഭക്ഷണപാത്രം തട്ടി ദൂരെ തെറിപ്പിച്ചിട്ടുണ്ട്. ദൂരെ വീണു, അവിടെ എല്ലാം ചെതറി വീണു. നബിതങ്ങള് പോയി പെറുക്കി എടുത്ത് ഒരു പാത്രം എടുത്തി കൊണ്ടുവന്ന് മൂലയിൽ വെച്ചിട്ട് പിന്നെയും മെല്ലെ മെല്ലെ പോയി ആയിഷ തിന്ന, ആയിഷ എന്തിനായിഷ നീ എന്ത് കഷ്ടമുണ്ടടി എന്റെ കുട്ട. നമ്മളാണെങ്കിൽ പിന്നെ അവളുടെ 3-ാം പാർട്ടിയെ അന്നത്തോടു കൂടി ആലോചിച്ച് നോക്ക്. അവളുടെ പാത്രം അവളെ കാണാൻ നമ്മളോട് കൊടുക്കുന്ന പാത്രമോ വെള്ളമോ കാണാൻ ഒന്ന് തട്ടിക്കളഞ്ഞാല് മെഡിക്കൽ കോളേജിൽ പോലും എടുക്കാത്ത രീതിയിലാക്കി കളയും നമ്മൾ. തീർന്നില്ല സംഭവം. ഇതാണ് നമ്മുടെ ഭാര്യമാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരുടെ ശൈലി അങ്ങനെയാണ്. അതുകൊണ്ട് നബിതങ്ങൾ അവർക്ക് നീതി പുലർത്തിയിരുന്നു. ഒരാളെ തലാക്ക് വേണ്ടിയിട്ടില്ല. 4 ഭാര്യ ഉണ്ടെങ്കിൽ 4 പേരെടുത്ത് ഒറ്റ രാത്രി തന്നെ ശാരീരികമായ വിചാരങ്ങൾ പൂർത്തീകരിക്കാനുള്ള ആഫിയത്ത് നബിതങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് 40 പേരുടെ ശക്തി അല്ലാഹു നൽകിയിട്ടുണ്ട്. നബിയുനാ റസൂലുള്ളാഹി. ഇവിടെയുമ്പോ അവിടെയുമ്പോ നമ്മള് 4 ഭാര്യ ഉണ്ടെങ്കിലേ 4 പേരെടുത്ത് ഒരു ദിവസം പോയാൽ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി ഐശ്വര്യം കിടക്കേണ്ടി വരും. നമ്മൾ തീർന്നു. 2 മാസം കഴിഞ്ഞ് നോക്കിയാൽ മതി. അവിടെ കിടന്നിട്ട് തലാക്ക് എഴുതി കൊടുക്കും. 3 എണ്ണം വേണ്ട, എനിക്ക് പഴയത് തന്നെ മതി. അല്ലാ അത് തന്നെ മതി. അല്ലാ ഇപ്പോഴാണ് അതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. റബ്ബേ ഞാൻ 3 എണ്ണത്തിന് തലാക്ക്. മെഡിക്കൽ കോളേജിൽ കിടന്നിട്ട്, കാരണം ഈ പഴങ്ങഞ്ഞി അരിയും ചോറും ചീനിയൊക്കെ തിന്നുന്നതല്ലേ, അതൊക്കെ നല്ല റൊട്ടിയും ഒട്ടകപ്പാലും ഖജൂർ അജുവ തിന്നാണ്. അജുവ മാഷാ അല്ലാ തബാറക്കല്ലാ എന്ന് പറഞ്ഞിരിക്കുന്നവരാര്. ഈത്തപ്പഴം കഴിച്ചാൽ നല്ല ആഫിയത്ത് ഉണ്ടാവും, നല്ല ആരോഗ്യം ഉണ്ടാവും. അജുവ കഴിക്കണം. അജുവ ഈത്തപ്പഴം 7 എണ്ണം 8 എണ്ണം ഒരു 1/4 കിലോ ഇതൊക്കെ ദിവസം വെച്ച് തന്നാൽ അല്ല 4 പെണ്ണ് ഉറപ്പാ. ഇന്ന് പെണ്ണുങ്ങൾ വീട്ടിൽ പോയി അലമാരി തപ്പും. ഉള്ള ഈത്തപ്പഴം എടുത്ത് കുറക്കളയും. നോക്കൂ എന്നാണ് ഈത്തപ്പഴം. ആ മച്ച ഇപ്പൊ ഈത്തപ്പഴം തന്നെ എന്താന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഇത്ര നാൾ ഞാൻ സുന്നത്താന്ന് വിചാരിച്ചു. ഇപ്പൊ സുന്നത്തല്ല, ഇത് വേറെ ഒരു സുന്നത്തിന് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാകുന്നു. അതെന്ന് മനസ്സിലാകും.
നല്ല ഒട്ടകപ്പാലും ഈത്തപ്പഴവും കൂടെ ചേർന്ന് മിക്സിയിൽ അടിച്ചിട്ട് കുടിക്കണം. അള്ളാ, ഇവിടെ എങ്ങും പിടിച്ചാൽ നിൽക്കൂല ആളെ പിടിച്ച്. ഒട്ടകപ്പാലൂടെ കിട്ടാത്തോണ്ട് രക്ഷപ്പെട്ട്. അറബികളല്ല കഴിക്കുന്നത്, അതുകൊണ്ട് അവർക്ക് അവർ 4 മണി കിട്ടുന്ന അവർക്ക് പ്രശ്നമില്ല, നമുക്ക് പ്രശ്നമില്ല. നമ്മൾ ഈ പാവം പിടിച്ച ഈ റേഷൻ കടയിലെ അരിയൊക്കെ തിന്ന് കഴിയുന്ന നമ്മൾ ഒന്നും മതി, അത് തന്നെ വലിയ കാര്യം. അതും ഇപ്പൊ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വല്ലപ്പോഴും അതിനെ കൂടെ പോകുള്ളൂ, ഇത്രയൊക്കെ ഉള്ളൂ. അൽഹംദുലില്ലാ, ഇത് തന്നെ വലിയ ഖൈർ. അൽഹംദുലില്ലാ, മതി. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോ. പിന്നെ ആരാ ഇത് തലാഖെന്നും മുത്തലാഖെന്നൊക്കെ പറഞ്ഞു വരുന്നത്, ബഹുഭാര്യത്വം പറഞ്ഞു. ഇത് ചുമ്മാ നമ്മളെ ഇടങ്ങേറാക്കാൻ ഇസ്ലാമിക ശരീഅത്തിന് തകർക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണിയാണ് ഇത്. ഈ പേരും പറഞ്ഞിറങ്ങിയെങ്കിലും നടക്കുള്ളൂ. ഇപ്പൊ കണ്ടില്ല, ഇന്നത്തെ പത്രത്തിൽ കണ്ടല്ലോ, ഗുവാഹട്ടിയിൽ വെള്ളിയാഴ്ച മദ്രസയ്ക്ക് അവധി കൊടുക്കൂല. പുതിയ നിയമം, വെള്ളിയാഴ്ച മദ്രസയ്ക്ക് അവധി കൊടുക്കൂല. ജുമായുടെ സമയത്ത് 1 മണിക്കൂർ മാത്രം സമയം കൊടുക്കും. റമദാൻ മാസത്തിലും ഇനി അവധിയില്ല മദ്രസകൾക്ക്. സ്കൂളല്ല കേട്ടോ, മദ്രസകൾക്ക് നിയമം പാസ്സാക്കിക്കൊണ്ടുവരിക. ഇതുകൊണ്ടാണ് ഈ ഗവൺമെന്റിനെ നക്കാപ്പിച്ച മദ്രസകൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? ഈ ഗവൺമെന്റ് തരുന്ന നക്കാപ്പിച്ച് എന്നിട്ട് ഇതേപോലെ നിയമങ്ങൾ പാസ്സാക്കും. ഇത് നമ്മുടെ പൈസ കൊണ്ട് മദ്രസകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ മദ്രസയുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇത് ഗവൺമെന്റിന്റെ പൈസ കൊണ്ട് നമ്മളിവിടെ എന്നാ എന്തോ കിട്ടുന്നത്, ചുമ്മാ 2 പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് ഇരുത്തും. 2000 രൂപ ശമ്പളം കൊടുത്തിട്ട് മുസ്ലിയാർ വാത്തി ഓതാൻ പോയി കിട്ടും 2000 രൂപ. അവിടെ പോലെ നിർത്തിയിട്ട് ഗവൺമെന്റ് ശമ്പളം എന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. എവിടെ പഠിപ്പിക്കാനാ? എന്നിട്ട് ഇപ്പൊ വെള്ളിയാഴ്ച കട്ടാക്കാനുള്ള പരിപാടി, റമദാൻ കട്ടാക്കാൻ. ഗുവാഹട്ടിയിൽ ഇന്ന് മുതൽ ചാലുവായി. അത് നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ഇനി മെല്ലെ ഇങ്ങോട്ടേക്ക് വരും. ഇതാണ് എന്റെ നിയമം. ഇസ്ലാമിനെ തകർക്കണം, അതിനു വേണ്ടിയുള്ളൊരു തീരുമാനമാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാതെ വെറുതെ ബഹുഭാര്യത്വത്തിന്റെ പേരും പറഞ്ഞു അല്ലെങ്കിൽ മുത്തലാഖിന്റെ പേരും പറഞ്ഞു പരിശുദ്ധമായ ഇസ്ലാമിനെ തകർക്കലല്ല. നമുക്കിവിടെ മാനവികതയാണ് വേണ്ടത്, മാനവ സൗഹാർദ്ദമാണ് വേണ്ടത്. ഇന്ത്യ രാജ്യം നമ്മുടെ രാജ്യമാണ്. നമുക്കിവിടെ ഐക്യവും സാഹോദര്യവും സന്തോഷവുമാണ്. ഇവിടുത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നമ്മളൊക്കെ കഴിഞ്ഞുകൂടുന്നത്, നമ്മളൊക്കെ അവരുമായിട്ടുള്ള വളരെ നല്ല സ്നേഹത്തിലാണ്. എത്ര RSSകാരനായാലും നമ്മുടെ വീട്ടിലൊക്കെ അവർ ജോലിക്ക് വരുമ്പോൾ നമ്മളോടൊക്കെ വലിയ സന്തോഷവും സ്നേഹത്തോടു കൂടിയാണ് അവർ ഇടപെടാറുള്ളത്. അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആ ഒരു സന്തോഷമാണ് നമുക്ക് വേണ്ടത്. അതിനെ ആരും ആരുടെ മതത്തെ ചവിട്ടിത്തേക്കാനോ തകർക്കാനൊന്നും പോണ്ട. ഭരണത്തിലിരിക്കുന്നവർ ഭരണം കൈകാര്യം ചെയ്യട്ടെ. ഇവിടുത്തെ പട്ടിണി മാറ്റ്, വീടില്ലാത്തവർക്ക് വീട് കൊടു, സ്വച്ഛ് ഭാരത് എന്ന പേരിൽ പറഞ്ഞിട്ട് കക്കൂസ് പണിഞ്ഞുകൊട്. അതൊക്കെ നല്ല കാര്യം തന്നെ. കക്കൂസൊക്കെ പണിഞ്ഞു കൊടുത്തോ, കക്കൂസ് പണിഞ്ഞുകൊണ്ട് വെറ്റിച്ചിട്ട് പണിഞ്ഞ് വീട് പണിഞ്ഞുകൊണ്ട് രോഗികൾക്ക് സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞോട്, അവരെ സമാധാനിപ്പിക്ക്, വിധവകളെ സഹായിക്ക്, അനാഥ മക്കളെ സഹായിക്ക്, അഗതികളെ സഹായിക്ക്. റോഡുകൾ പണി, എത്രയോ സ്ഥലത്ത് റോഡുകൾ വണ്ടി ഓടാൻ പറ്റുന്നില്ല, റോഡുകൾ പണി, ഗതാഗത യോഗ്യമുള്ള സംവിധാനങ്ങൾ ഒരുക്ക്, ഭക്ഷണത്തിനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള സാഹചര്യം ഒരുക്ക്. ആരുടെയും മതത്തിൽ കയറി കടിച്ചു പിടിക്കുകയോ തൂങ്ങുകയോ ചെയ്യേണ്ട. ഓരോ മതക്കാർക്കും അവരുടെ മതമനുസരിച്ച് മുന്നോട്ട് പോകട്ടെ, അതാണ് ഏറ്റവും നല്ലത്. മതത്തിൽ കയറി പിടിക്കാതെ മാനവനിലേക്ക് നോക്ക്, മനുഷ്യ മക്കളിലേക്ക് നോക്ക്, മനുഷ്യത്വത്തിലേക്ക് നോക്ക്. ഇന്ത്യ രാജ്യത്തിലെ മനുഷ്യർ സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്ക്. അതിനുവേണ്ടി എല്ലാ ഗവൺമെന്റും തയ്യാറെടുപ്പ് നടത്തട്ടെ. അതിന് നല്ലത് എന്തിനാ ഈ പള്ളിയും മദ്രസയും ഒക്കെ കയറി പിടിച്ചിട്ട് ഇടങ്ങറ്. ഓരോ മതക്കാർക്ക് അവിടെ നിയമമുണ്ട്, ആ നിയമം പണ്ഡിതന്മാരും അവരുമായി നടത്തിക്കൊള്ളും, അവരാ വഴികളിലൂടെ പോയിക്കൊള്ളും. ബാക്കി സമുദായത്തിന്റെ സേവനം, നന്മയ്ക്ക് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് രംഗത്തിറങ്ങും. അതാണ് നമുക്ക് വേണ്ടത്. ആ ഒരു ഐക്യം നമ്മുടെ കേരളത്തിലുണ്ട്. അതുകൂടെ തകർക്കാനാണ് കുൽസിത ശ്രമങ്ങൾ നടക്കുന്നത്. എല്ലാവരും കരുതിയിരിക്കുക. നമുക്കതാണ് വേണ്ടത്. നമ്മളിവിടെ വാദിക്കുന്നു, ഹിന്ദു സഹോദരൻ മൈക്ക് ഓപ്പറേറ്റ് ചെയ്തിരുന്നു, ഹിന്ദു സഹോദരൻ ചിലപ്പോൾ പന്തലിട്ട് തരുന്നു, ചിലപ്പോൾ മതപ്രസംഗം നടന്ന ക്രിസ്ത്യാനിയുടെ അയ്യത്തായിരിക്കും, സ്ഥലത്തായിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് പാചകം ചെയ്യാൻ പറ്റുന്ന ഹിന്ദു സഹോദരങ്ങളാണ്. നല്ല അടപ്രഥമം വെച്ചൊക്കെ തരുന്നു, നല്ല റാഹത്തായ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്നു. ഇതൊക്കെ നമുക്ക് നമ്മുടെ കേരളത്തിലുള്ള സന്തോഷമാണ്. നമ്മുടെ വീട്ടില് ആശാരിപ്പണിക്ക്, മേശരിപ്പണിക്ക് വരുന്ന ഹിന്ദുക്കളാണ്, ഹിന്ദു സഹോദരങ്ങളാണ്. അവരൊക്കെ നമ്മളോട് നല്ല സ്നേഹത്തോട് കൈകാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ എന്തിനാണ് ഇവിടെ മതത്തിന്റെ പേരും പറഞ്ഞിട്ട് വിദ്വേഷം വിളക്കി വിടുന്നത്? അതുകൊണ്ട് നമുക്കൊരു ഐക്യവും സാഹോദര്യവും സന്തോഷവുമാണ് വേണ്ടത്. അതുകൊണ്ട് ദയവ് ചെയ്ത് മുസ്ലിമീങ്ങളോടും ഹിന്ദുക്കളോടും ക്രിസ്ത്യാനികളോടും നമ്മളെല്ലാവരും ഇന്ത്യക്കാരാണ്, ഇന്ത്യയുടെ മക്കളാണ്. നമ്മൾ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ച ആ മാനവികത ഇനിയും മുന്നോട്ട് നമ്മൾ കൊണ്ടുപോകണം. ആര് ഏതെല്ലാം സർക്കാർ എന്തെല്ലാം കാണിച്ചാലും നമ്മുടെ ആ ഒരു മനുഷ്യ സൗഹാർദ്ദം, മാനസികമായ സൗഹാർദ്ദം, അത് നമ്മൾ തകർക്കരുത്. അതിനെ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ജീവിതമായിരിക്കണം ഇനി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അതിന്റെ ജഗത്തിന്റെ ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു ഐക്യവും സാഹോദര്യത്തോടെ മുന്നോട്ട് പോകുവാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. പരിശുദ്ധമായ ശരീഅത്തിനെ അള്ളാഹു പൂർണ്ണമായി സംരക്ഷിച്ച് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.